ബിഗ് ബൈ ഇലക്ഷൻ ബുള്ളറ്റിനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. അങ്ങനെ ചേലക്കരയും വയനാടും വിധി എഴുതി കഴിഞ്ഞിരിക്കുന്നു. പോളിംഗ് ശതമാനം സംബന്ധിച്ച കണക്കുകൾ എത്തിക്കൊണ്ടേയിരിക്കുന്നു. പോളിംഗ് ശതമാനം കുറവാണ് ഇരു മണ്ഡലങ്ങളിലും, വയനാട്ടിലും ചേലക്കരയിലും എന്നതാണ് മൂന്ന് മുന്നണികളെയും ആശങ്കയിലാഴ്ത്തുന്ന ഒരു കാര്യം. വയനാട്ടിലെത്തേത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. പോളിംഗ് ശതമാനം 64.54% മാത്രമാണ്. 70% പോലും എത്തുവാൻ ആയിട്ടില്ല. പ്രിയങ്ക ഗാന്ധി മത്സര രംഗത്തേക്ക് വരുമ്പോൾ, ആദ്യമായി പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് ചുവട് വയ്ക്കുമ്പോൾ, കോൺഗ്രസും UDF-ഉം അവിടെ വലിയ പ്രതീക്ഷയിലായിരുന്നു, ആവേശത്തിലായിരുന്നു. പക്ഷേ ആ ആവേശം പോളിംഗിൽ പ്രതിഫലിച്ചില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഒരുപക്ഷെ പ്രിയങ്കയുടെ ഭൂരിപക്ഷം 3 ലക്ഷത്തിലൊക്കെ താഴ്ന്നാൽ അത് പരാജയത്തോളം തന്നെ വയനാടിൽ കോൺഗ്രസിനെ വേദനിപ്പിക്കും എന്ന വസ്തുത കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ചേലക്കരയിലും മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് നോക്കിയാൽ അവിടെ കുറഞ്ഞിട്ടുണ്ട് പോളിംഗ് ശതമാനം എന്നതാണ് ഇപ്പോൾ പറയാൻ കഴിയുക. 72.54 മാത്രമാണ് ചേലക്കരയിലെ പോളിംഗ് ശതമാനം. അവിടെ വാശിയേറിയ പോരാട്ടം മൂന്ന് മുന്നണികളും തമ്മിൽ നടന്ന ഒരു മണ്ഡലമായതുകൊണ്ട് തന്നെ ഇതിലും കൂടുതൽ പോളിംഗ് നമ്മൾ പ്രതീക്ഷിച്ചു എന്നുള്ളതാണ് വസ്തുത. രാവിലെയൊക്കെ ചെല്ലുമ്പോൾ പോളിംഗ് ബൂത്തിന് മുന്നിൽ നീണ്ട നിര കാണുവാൻ കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അവസാനം വരെയും അത്തരത്തിൽ ഒരു പ്രതികരണം വോട്ടർമാരിൽ നിന്നുണ്ടാകുമെന്നും പോളിംഗ് ശതമാനം അവിടെ ഉയരും എന്നുമാണ് മാധ്യമങ്ങളടക്കം കണക്കുകൂട്ടിയിരുന്നത്. മുന്നണികളും അത് തന്നെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അത് ചേലക്കരയിൽ ഉണ്ടായില്ല. ഇന്ന് ഈ പോളിംഗ് ദിവസം CPM-നും സർക്കാരിനും തലവേദന സൃഷ്ടിച്ചുകൊണ്ട്, ഇടതുമുന്നണിക്കും തലവേദന സൃഷ്ടിച്ചുകൊണ്ട് ഈ പോളിംഗ് ദിനത്തിലും EP ജയരാജന്റെ പ്രസ്താവന വന്നു എന്നുള്ളത്, EP ജയരാജനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഇന്ന് ഒരുപക്ഷെ മാധ്യമങ്ങൾ പോളിംഗ് ശതമാനത്തെക്കാൾ കൂടുതൽ, പോളിംഗിനേക്കാൾ കൂടുതലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ആ വിവാദത്തിലായിരുന്നു. P. സരിനെതിരായൊക്കെ EP ജയരാജൻ നടത്തിയ പരാമർശം, അദ്ദേഹത്തിന്റെ ആത്മകഥ എന്ന പേരിൽ, അതിലെ പരാമർശങ്ങൾ എന്ന പേരിൽ പുറത്തു വന്ന പരാമർശങ്ങൾ എന്തായാലും വലിയ തോതിൽ ഇടതുമുന്നണിയെ ഉത്തരം മുട്ടിക്കുന്നതായിരുന്നു. കട്ടൻ ചായയും പരിപ്പുവടയും എന്ന പേരിൽ ഇന്ന് പ്രസിദ്ധീകരിക്കാനിരുന്ന, ഇന്ന് പുറത്തിറങ്ങാനിരുന്ന ആ പുസ്തകം, അതിൻ്റെ പ്രസിദ്ധീകരണം, അതിൻ്റെ ആ പ്രകാശനമൊക്കെ DC മാറ്റിവെച്ചു. അതിൽ ഗൂഢാലോചനയുണ്ട് എന്ന് EP ജയരാജൻ പറയുന്നു, ഇടതുമുന്നണി പറയുന്നു. എന്താണ് EP-ക്കും DC-ക്കും ഇടയിൽ സംഭവിച്ചത് എന്ന് ഇപ്പോഴും നമുക്കാർക്കും മനസ്സിലാകുന്നില്ല. ആ വിവരങ്ങൾ കൂടി വരും ദിവസങ്ങളിൽ പുറത്തു വരാനുണ്ട്. ആ വിവരങ്ങളായിരിക്കും ഒരുപക്ഷെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് രംഗത്തെ കൂടുതൽ ചൂട് പിടിപ്പിക്കുക. ഈ വിഷയത്തിൽ EP ജയരാജൻ പരാതി നൽകാനൊരുങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം. ഇനി നമുക്ക് പോളിംഗ് ശതമാനത്തിലേക്ക് തിരിച്ചെത്തിയാൽ, വയനാട്ടിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നുണ്ട്. ലിജോ വർഗീസ്, ലിനറ്റ് വർഗീസ്, ശാന്തകുമാർ വെള്ളാലത്ത്, ആഷിഖ് മുഹമ്മദ് എന്നിവർ ചേരുന്നുണ്ട്. ആദ്യം ലിജോയിലേക്ക് പോയാൽ, ലിജോ, ഈ കുറഞ്ഞ പോളിംഗ് ശതമാനം അത് പ്രതീക്ഷിച്ചിരുന്നതാണോ മുന്നണികൾ? ഇത് ആരെയൊക്കെയാണ് ആശങ്കയിലാഴ്ത്തുന്നത്? പ്രത്യേകിച്ചും കോൺഗ്രസ് ക്യാമ്പിന്റെ പ്രതികരണം എന്താണ്? ലക്ഷ്മി പത്മ, 65.5% എന്നുള്ളതാണ് ഒടുവിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതോടൊപ്പം തന്നെ PRDയും പുറത്തുവിട്ടിരിക്കുന്ന കണക്കുകളിൽ നിന്ന് വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ പോളിംഗ് ശതമാനമായി നമ്മുടെ മുൻപിലുള്ളത്. ഇത് കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് വലിയ തരത്തിലുള്ളൊരു തിരിച്ചടി എന്ന നിലയിൽ തന്നെ അവരതിനെ കാണേണ്ടി വരുമെന്നുള്ളതാണ്. ഒരുപക്ഷെ പ്രിയങ്ക ഗാന്ധി ഇവിടെ മത്സരിക്കാൻ എത്തുമ്പോൾ മുതൽ വലിയ തരത്തിലൊരു നേട്ടം, അത് ദേശീയ തലത്തിൽ തന്നെ പ്രിയങ്ക ഗാന്ധിയെ ഉയർത്തി കാണിക്കുന്നതിന് 5 ലക്ഷത്തിന് മുകളിൽ ഭൂരിപക്ഷം എന്ന നിലയിൽ ഒരു പ്രധാനപ്പെട്ട നേതാവിനെ അവരുടെ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ അവതരിപ്പിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു കോൺഗ്രസ് ഉണ്ടായിരുന്നത്. ആ പ്രതീക്ഷയായിരുന്നു യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ കേരളത്തിലെ KPCC നേതൃത്വം അടക്കം, അതോടൊപ്പം തന്നെ വയനാട്ടിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിച്ച മുതിർന്ന നേതാക്കൾ എല്ലാവരും മുന്നോട്ട് വെച്ച കാര്യം അതായിരുന്നു. ഈ കൊട്ടിക്കലാശത്തിന്റെ അവസാന ദിവസം പോലും 5 മുതൽ 6 എന്ന നിലയിൽ ലേലം വിളിക്കുന്ന തരത്തിൽ അവർ ഭൂരിപക്ഷത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ഓരോ നിയമസഭാ മണ്ഡലത്തിലും 1 ലക്ഷം വോട്ട് വീതം ഭൂരിപക്ഷം എന്നുള്ള നിലയിൽ പോലുമായിരുന്നു അവരുടെ പ്രവർത്തനം മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിനനുസരിച്ചുള്ള പ്രവർത്തനം അവർ പോളിംഗ് ബന്ധപ്പെട്ട് നടത്തിയിരുന്നു. അവരുടെ ഓരോ ബൂത്ത് തലത്തിലും അത്രത്തോളം കൃത്യമായ പ്രവർത്തനം നടന്നിരുന്നു. പക്ഷേ ഇന്ന് വൈകുന്നേരം ആയപ്പോഴേക്കുമാണ് ഏതാണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് 2024 രാഹുൽ ഗാന്ധി മത്സരിച്ച സമയത്തുണ്ടായിരുന്ന അതിനേക്കാൾ ഏതാണ്ട് വലിയ കുറവ്, ഏതാണ്ട് 8% കുറവാണ് ഇപ്പോൾ അവിടെ കാണാൻ കഴിയുന്നത്. 73.48 ആയിരുന്നു, 73.5% 2024 രാഹുൽ ഗാന്ധി മത്സരിക്കാൻ
മത്സരിക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധിയുടെ ആ സമയത്തുള്ള പോളിംഗ് ആ സമയത്ത് ഏതാണ്ട് 3,62,000 ആയിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം. അത്രയും ഭൂരിപക്ഷം ലഭിക്കുന്നതിന് ഏതാണ്ട് ഇത്രയും ആളുകൾ വോട്ട് ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ് ആ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഏതാണ്ട് 14 ലക്ഷത്തിനധികം 14.5 ലക്ഷത്തോളമായിരുന്നു ഇത്തവണ വയനാട്ടിലെ മുഴുവൻ വോട്ടർമാരുണ്ടായിരുന്നത്. അതിൽ 9.5 ലക്ഷം വോട്ടർമാർ മാത്രമാണ് ഇത്തവണ വോട്ട് ചെയ്തത് എന്നുള്ളതാണ് കണക്കുകൾ കാണിക്കുന്നത്. അത്രത്തോളം ആളുകൾ മാറി നിന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇത്രയും ആളുകൾ മാറി നിന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അതിനെ പലതരത്തിൽ വ്യാഖ്യാനിക്കാം. അതിലൊന്ന്, ഇത്രത്തോളം ഒരു പ്രശ്നബാധിതമായ ഒരു മേഖല എന്ന നിലയിൽ വയനാടിനെ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നമുക്ക് കാണേണ്ടി വരും. കാരണം ചൂരൽമല മുണ്ടക്കൈ ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് വയനാടിന് ഒരു MP ഉണ്ടായിരുന്നില്ല എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ആരോപണം അവിടെ നിലനിൽക്കുന്നുണ്ട്. വയനാടുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളിലും അത് പരിഹരിക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ നിലനിൽക്കുന്നു. അത് രാത്രി യാത്രാ നിരോധനമായാലും മെഡിക്കൽ കോളേജ് ആയാലും ബദൽപാതയായാലും അങ്ങനെ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളെല്ലാം അവിടെ നിലനിൽക്കുന്ന ഒരു പ്രശ്നം അവിടെ ഉണ്ട്. മറ്റൊന്ന്, അടിക്കടി, അതായത് ഒരു ദുരന്തത്തിന് ശേഷം പിന്നീടൊരു തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ അടിക്കടി ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നതിന് ആളുകൾ അത് അത്രത്തോളം ഒരു വിമുഖത ആ കാര്യത്തിൽ കാണിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം നിലനിൽക്കുന്നു. മറ്റൊന്ന്, പ്രിയങ്ക ഗാന്ധി കോൺഗ്രസിന് വേണ്ടി UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ എന്തായാലും ജയിക്കും, അതുകൊണ്ട് തന്നെ പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്ന നിലയിൽ ചിന്തിച്ച ആളുകളും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് തിരിച്ചടിയാവുന്ന കാര്യങ്ങളുള്ളത്. മറ്റൊന്ന്, ഇടത് കേന്ദ്രത്തിൽ നിന്ന് ഇന്നിപ്പോൾ സത്യൻ മൊകേരി അടക്കമുള്ള ആളുകൾ ഈ പോളിംഗിന് ശേഷം അവർ വാർത്താ സമ്മേളനം അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ ഇവിടുത്തെ MP-യുടെ പ്രശ്നം കൊണ്ടാണ് ഇത്രത്തോളം വോട്ട് കുറഞ്ഞത് എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പോൾ പോലും വളരെ കൃത്യമായി ഇടത് സംഘടനാ സംവിധാനം ചലിച്ചോ, അത് പ്രത്യേകിച്ച് CPM അടക്കമുള്ള സംഘടനാ സംവിധാനം ചലിച്ചോ, അതോ പാർട്ടി സമ്മേളനങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിലാണോ കൂടുതൽ CPM ശ്രദ്ധ കേന്ദ്രീകരിച്ചത് എന്നുള്ളത് കൂടി അറിയേണ്ടതുണ്ട്. അങ്ങനെ ഇടത് കേന്ദ്രങ്ങളിൽ പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ വോട്ടുകൾ ഇടതിന് ലഭിക്കാവുന്ന മാനന്തവാടി, അതോടൊപ്പം തന്നെ തിരുവമ്പാടി നിയോജക മണ്ഡലങ്ങളിലൊക്കെ അത്രത്തോളം വോട്ട് ലഭിച്ചോ എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടി വരും. ഇടത് കേന്ദ്രങ്ങളിലും BJP കേന്ദ്രങ്ങളിലുമാണ് വോട്ട് കുറഞ്ഞു എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നത്. അങ്ങനെയെങ്കിൽ അത്തരത്തിൽ വോട്ടുകൾ കുറഞ്ഞു എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, ഏറ്റവും ഒടുവിലായി പറയാവുന്ന ഒരു കാര്യം, കഴിഞ്ഞ കുറേ കാലങ്ങളായി അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് മുതൽ തന്നെ അല്ലെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി BJP വളരെ കൃത്യമായി കുടിയേറ്റ മേഖലയിൽ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ കുടിയേറ്റ മേഖലയിൽ കൃത്യമായി കാര്യമായൊരു വർക്ക് അവരുടെ നടന്നിട്ടുണ്ട്. ആ തരത്തിൽ വോട്ട് ഏതെങ്കിലും തരത്തിൽ സ്പ്ലിറ്റ് ആയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആർക്കാണ് ഈ കാര്യത്തിൽ ഒരു ഗുണം ഉണ്ടാവുക എന്നുള്ളത് എന്തായാലും ഈ പെട്ടി പൊട്ടിക്കുമ്പോൾ മാത്രമാണ് മനസ്സിലാക്കാൻ കഴിയുക. പക്ഷെ അപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 2019 നിന്ന് 2024 നവംബറിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും ഏതാണ്ട് 15% പോളിംഗ് ശതമാനത്തിൽ കുറവുണ്ടായിട്ടുണ്ട്. അത്രയും പോളിംഗ് ശതമാനം കുറയുന്നത് സ്വാഭാവികമായി 2.5 തൊട്ട് 3 ലക്ഷം എന്ന നിലയിലേക്ക് ഭൂരിപക്ഷത്തിൽ കുറവുണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 5 ലക്ഷം എന്ന് കോൺഗ്രസ്സുകാർ പറഞ്ഞെങ്കിൽ പോലും ഒരു 4 ലക്ഷത്തോടടുത്ത് ഭൂരിപക്ഷം പ്രിയങ്ക ഗാന്ധിക്ക് പ്രതീക്ഷിച്ചിരുന്നു രാഷ്ട്രീയ നിരീക്ഷകർ പോലും. പക്ഷേ അവിടെ നിന്നും താഴേക്ക് പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം പോകാനുള്ള സാധ്യതയാണ് ഈ ഘട്ടത്തിൽ കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ പോളിംഗ് ശതമാനവുമായി ബന്ധപ്പെടുത്തി നമുക്ക് പറയാനാവുക. ഇനിയിപ്പോൾ ഇക്കാര്യത്തിലുള്ള വിശകലനം ഓരോ പോളിംഗ് സ്റ്റേഷന് ബന്ധപ്പെട്ട അവരവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ എങ്ങനെ താഴെ ഒരു ഭൂരിപക്ഷമൊക്കെ പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടുക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് പരാജയത്തോളം അവരെ വേദനിപ്പിക്കും. മാത്രമല്ല ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ പ്രതിച്ഛായയെ വല്ലാതെ അത് ബാധിക്കുകയും ചെയ്യും. പ്രത്യേകിച്ചും BJP പ്രിയങ്ക ഗാന്ധി മത്സര രംഗത്തേക്ക് വരുന്നതോടുകൂടി തന്നെ കോൺഗ്രസിന്റെ കുടുംബാധിപത്യത്തെക്കുറിച്ചും റോബർട്ട് വദ്രയ്ക്കെതിരായ ഇടപാടുകളും ഒക്കെ അതുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങളും ഒക്കെ വലിയ തോതിൽ പ്രചരണ രംഗത്തേക്ക് കൊണ്ടുവന്നിരുന്നു. അതുകൊണ്ട് തന്നെ അത് കോൺഗ്രസിനും പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഗാന്ധി കുടുംബത്തിന് ഒന്നാകെയും നാണക്കേടാകും. ഒരുപക്ഷെ ഭൂരിപക്ഷം അത് 3 ലക്ഷത്തിലൊക്കെ താഴേക്ക് വന്നാൽ എന്ന കാര്യം നമുക്ക് നിസ്സംശയം പറയാം. ഏതായാലും അത് ആർക്കായിരിക്കും ഈ കുറഞ്ഞ പോളിംഗ് ശതമാനം ആരെയായിരിക്കും ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോവുക എന്ന് കാത്തിരുന്ന് തന്നെ നമ്മൾ കാണേണ്ടി വരും. ഇടത് ക്യാമ്പും മറുപടി പറയേണ്ടി വരും. CPIക്ക് വോട്ട് കുറഞ്ഞാൽ CPM CPI മുന്നണി ബന്ധങ്ങളെയൊക്കെ അത് ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. വയനാട്ടിലെ കുറഞ്ഞ പോളിംഗ് ശതമാനം 3 മുന്നണികളുടെയും ചങ്കിടിപ്പ് കൂട്ടുന്നു എന്നത് തന്നെയാണ് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്നത്. ഈ കുറഞ്ഞ പോളിംഗ് ശതമാനം സംബന്ധിച്ച് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞിരിക്കുന്നത് അത് ഇടത് മുന്നണിയുടെ വോട്ടുകളാണ്, NDAയുടെ വോട്ടുകളാണ് കുറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസിന്റെ വോട്ടുകളെല്ലാം പോൾ ചെയ്യപ്പെട്ടു എന്ന ആത്മവിശ്വാസമാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. ആൽവിൻ തോമസ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം നമുക്ക്. വയനാട് വല്ലാതെ പോളിംഗ് കുറഞ്ഞു പോയി എന്ന സ്ഥിതി. വയനാട് ഞങ്ങളത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, CPM BJP കേന്ദ്രങ്ങളിൽ വലിയ ടേൺ ഔട്ട് ഉണ്ടായിട്ടില്ല, ഒരു മത്സരം ഇല്ല എന്നുള്ള കാര്യം. പിന്നെ പലർക്കും
വോട്ട് ചെയ്യാൻ പോയാൽ പ്രിയങ്കാ ഗാന്ധിക്ക് വോട്ട് ചെയ്യേണ്ടി വരും, പാർട്ടിയോടൊക്കെയുള്ള അഫിലിയേഷൻ ഒന്നും പോകണ്ട. ഒന്ന്. പിന്നെ ഞങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച ഉണ്ടെന്ന് ഞങ്ങൾ പരിശോധിക്കും. കാരണം ഒരു ആവേശകരമായ ഒരു മത്സരം ഇല്ല. അതുകൊണ്ട് ഇനി വാശി പിടിച്ച് പോകണ്ട. ഇപ്പോൾ നല്ല മത്സരം നടക്കുന്ന, സുഖമില്ലാതെ നടക്കുന്ന ഒരാൾ വേണമെങ്കിൽ പോയി വോട്ട് ചെയ്യും. അല്ലെങ്കിൽ ദൂരെയുള്ള ഒരാൾ വന്ന് വോട്ട് ചെയ്യും. എന്തായാലും ജയിക്കും, ലക്ഷക്കണക്കിന് വോട്ടിന് ജയിക്കും എന്നുള്ളൊരു ഇത് വന്നതുകൊണ്ട് എന്തെങ്കിലും ഒരു അലസത ഞങ്ങളുടെ ഭാഗത്ത് ഏതെങ്കിലും ബൂത്തുകളിൽ, ഞങ്ങളെല്ലാ ബൂത്തിലെയും ടേൺ ഔട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ ഇതുകൂടി പരിശോധിച്ച് ഞങ്ങളുടെ കേന്ദ്രങ്ങളിൽ, പൊതുവേ നമുക്കൊരു വലിയ ശക്തി കേന്ദ്രമാണല്ലോ, 7 മണ്ഡലങ്ങളും നമ്മുടെ ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള സ്ഥലങ്ങളാണ്. എവിടെയെങ്കിലും നമ്മുടെ ഭാഗത്ത് അങ്ങനെ ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് ഉറപ്പായിട്ട് ഞങ്ങൾ പരിശോധിക്കും. അടുത്ത ദിവസം തന്നെ അത് പരിശോധിക്കും. ഈ ചേലക്കരയിൽ ഏതാണ്ട് 71% ആണ് ഇപ്പോൾ വോട്ടിംഗ് വരുന്നത്. കുറച്ചുകൂടെ വരുമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല രീതിയിൽ പോളിംഗ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയും അല്ലേ? ഞങ്ങളുടെ കണക്ക് 75% പോളിംഗ് ഉണ്ടാവും. 1,60,60,000 വോട്ട് പോൾ ചെയ്യുമെന്നാണ് ഞങ്ങളുടെ ഇലക്ഷൻ കമ്മിറ്റിയുടെ കണക്ക്. അത് തന്നെ വരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഒരു വലിയ വ്യത്യാസമൊന്നും വരില്ല. ഒരു ശതമാനം പോലും വ്യത്യാസം വരാനുള്ള സാധ്യത കാണുന്നില്ല. 75 ഫിനിഷ് ചെയ്യുമെന്നാണ് എൻ്റെ ധാരണ. ഇപ്പോഴും 75 ഫിനിഷ് ചെയ്യുമെന്നാണ്. ചേലക്കരയിലെ ആത്മവിശ്വാസം എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ? ചേലക്കര നമ്മൾ ജയിക്കും. ഒരു 5000-ൽ താഴെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കും. 3000-നും 5000-നും ഇടയിൽ ജയിക്കുമെന്നാണ് ഞങ്ങളുടെ കണക്ക്. ഈ പുതിയതായി ചേർത്ത വോട്ടുകളുടെ അതിൻ്റെ ഒരു പുതിയതായി ചേർത്ത വോട്ടുകൾ മാത്രമല്ല, ശാന്തകുമാർ വെള്ളാലത്ത് കൂടി ചേരുകയാണ്. ഈ വയനാട് മണ്ഡലം പരിശോധിച്ചാൽ ശാന്തൻ 70% കടന്ന ഒരേ ഒരു നിയമസഭാ മണ്ഡലം ഏറനാടാണ്. അതേസമയം PV അൻവറിന്റെ തട്ടകമായ നിലമ്പൂരിൽ വോട്ടിംഗ് ശതമാനം കുറവുമാണ്. ഈ കണക്കുകൾ നൽകുന്ന സൂചന എന്താണ് ശാന്തൻ? തീർച്ചയായും മലപ്പുറം ജില്ലയിലെ 3 അസംബ്ലി മണ്ഡലങ്ങളും ഏറെ വിജയപ്രതീക്ഷ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിക്കുമെന്ന് പ്രതീക്ഷയുള്ള അതാണ് 3 മണ്ഡലങ്ങളും. അവിടെ വോട്ടിങ്ങിൽ വലിയ കുറവാണ് ഉണ്ടായിരുന്നത്. 10 മുതൽ 10% വരെ കുറവ് ഉണ്ടായ മണ്ഡലങ്ങളുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഏറനാട് മണ്ഡലം തന്നെയാണ്. ഏറനാട് മണ്ഡലത്തിൽ കഴിഞ്ഞ പ്രാവശ്യം 78% പോളിംഗ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്രാവശ്യം അത് 69.45 ഇപ്പോൾ ഏറ്റവും അവസാന കണക്ക്. അതിൽ ചെറിയ വ്യത്യാസങ്ങൾ ഇനിയും ഉണ്ടാകും. പക്ഷേ ഇത്തരത്തിൽ ഓരോ മണ്ഡലത്തിലും, അതുപോലെ തന്നെ നിലമ്പൂരിൽ 10%-ലധികം വ്യത്യാസം വന്നിട്ടുണ്ട് കഴിഞ്ഞ തവണത്തേക്കാൾ. അതുപോലെ തന്നെയാണ് വണ്ടൂരിലും. ഇത് നമ്മൾ ഈ കോൺഗ്രസ് നേതാക്കന്മാരും ലീഗ് നേതാക്കന്മാരായിട്ടെല്ലാം സംസാരിക്കുമ്പോൾ, പ്രവർത്തകരുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് അവർക്ക് പ്രതീക്ഷിച്ച വോട്ടുകൾ ലഭിച്ചിട്ടില്ല എന്ന് തന്നെ പറയുന്നു. അതിൽ ലീഗ് ചില കേന്ദ്രങ്ങൾ പറയുന്നത് കോൺഗ്രസിൻ്റെ ബെൽറ്റുകളിൽ നിന്ന് വോട്ട് പൂർണ്ണമായും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അവർ വോട്ട് ചെയ്യാൻ എത്തിയിട്ടില്ല എന്നാണ് അവർ ചില ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം പലരും നാട്ടിലില്ലാത്തവരുണ്ട്, മറ്റിടങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ്, ചിലർ പുറത്ത് കോളേജിൽ പഠിക്കുന്നവരുണ്ട്. അത്തരം ആൾക്കാരെ കൊണ്ടുവരുന്നതിന് കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെയാണ് പ്രവാസികളുടെ കാര്യത്തിലും. പ്രവാസികൾ ഭൂരിഭാഗം ആൾക്കാരെയും ഒരുമിച്ച് കൊണ്ടുവന്ന് വിമാനത്തിൽ കൊണ്ടുവന്ന് വോട്ട് ചെയ്യുന്നത് പതിവ് രീതി നേരത്തെയുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും എല്ലാം കാണുന്നതാണ്. എന്നാൽ അത്തരത്തിലുള്ള ഒന്നും നടന്നിട്ടില്ല ഇപ്രാവശ്യം എന്ന് തന്നെയാണ് അവർ സൂചിപ്പിക്കുന്നത്. എന്ത് തന്നെയായാലും ഇങ്ങനെ ഒരു വോട്ടിംഗ് ശതമാനത്തിലുണ്ടായിട്ടുള്ള വലിയ ഇടിവ് കോൺഗ്രസിൻ്റെ നെഞ്ചിടിപ്പ് കൂട്ടിയിട്ടുണ്ട്. കാരണം പ്രിയങ്ക ഗാന്ധിയെ പോലുള്ള ഒരു പ്രധാനപ്പെട്ട നേതാവ് മത്സരിക്കുന്ന മണ്ഡലം, ആ മണ്ഡലത്തിൽ ഇത്രയധികം വോട്ട് കുറഞ്ഞാൽ ഭൂരിപക്ഷം ഇവിടെ ജയം ആർക്കാണ് എന്നുള്ളതിനേക്കാൾ അപ്പുറം വലിയ തോതിൽ ഭൂരിപക്ഷം പറഞ്ഞിരുന്നു. അത് 5 ലക്ഷവും 6 ലക്ഷം വരെയൊക്കെ ഭൂരിപക്ഷം ഉണ്ടാവും എന്ന് UDF കേന്ദ്രങ്ങൾ പ്രചരണ സമയത്ത് തന്നെ ഉന്നയിച്ചിരുന്നു. ഇത്തരം പ്രചരണങ്ങൾക്കെല്ലാം ഒരു മറ വീഴുന്ന വിധത്തിൽ തന്നെയാണ് ഇന്നത്തെ പോളിംഗ് ശതമാനം നമുക്ക് വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുക. ഇത് ഏറെ ബാധിക്കുക കോൺഗ്രസിന് തന്നെയാണ്. കോൺഗ്രസിൻ്റെ കേന്ദ്രങ്ങളിൽ വേണ്ട പോലുള്ള പ്രവർത്തനം നടന്നിട്ടില്ല എന്നുള്ള ആക്ഷേപം മുസ്ലിം ലീഗിൻ്റെ പല പ്രവർത്തകരും സൂചിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിക്കുമ്പോൾ അതിൽ
പ്രിയങ്ക ഗാന്ധിക്കൊപ്പം പ്രചരണ രംഗത്ത് സജീവമായി എല്ലാവരും ഉണ്ടായിരുന്നെങ്കിലും വലിയ ആൾക്കൂട്ടം ഉണ്ടായിരുന്നെങ്കിലും ആ ആൾക്കൂട്ടം താഴെ തട്ടിൽ വോട്ടാക്കി മാറ്റുന്നതിന് കഴിഞ്ഞിട്ടില്ല. കോൺഗ്രസിന് പ്രത്യേകിച്ച് ലീഗിന് അതിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് ഉണ്ടാവുന്നത്. ശരി ശാന്തൻ, ഏതായാലും ഈ കുറഞ്ഞ പോളിംഗ് ശതമാനത്തിന്റെ ഉത്തരവാദിത്തം UDF-ന് മേൽ, രാഹുൽ ഗാന്ധിക്ക് മേൽ പ്രത്യേകിച്ചും കെട്ടിവെക്കാനായിരിക്കും മറ്റു മുന്നണികൾ ശ്രമിക്കുക എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒരു പ്രധാനപ്പെട്ട ദുരന്ത സമയത്ത് പ്രധാനപ്പെട്ട ഒരു അവസ്ഥയിലൂടെ ആ മണ്ഡലം കടന്നു പോകുമ്പോൾ ആ മണ്ഡലത്തെ ഉപേക്ഷിച്ചു പോയ ആളാണ് രാഹുൽ ഗാന്ധി എന്ന പ്രചരണം തന്നെയായിരുന്നു അവിടെ ഇടതുപക്ഷവും NDAയും മുന്നോട്ട് വെച്ചത്. ഒരു പക്ഷേ ആ പ്രചരണം ഫലം കണ്ടു എന്നാകും അവർ ഈ കുറഞ്ഞ പോളിംഗ് ശതമാനത്തെ മുൻനിർത്തി വാദിക്കാൻ പോകുന്നത്. ലിനറ്റ് വർഗീസ് കൂടി ചേരുകയാണ്. ലിനറ്റ്, നമുക്കറിയാം ദുരന്തം നേരിട്ട ജനതയാണ് വയനാട്ടിൽ ഉള്ളത്. അവർ ഒരുപക്ഷെ ഈ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആവേശമൊക്കെ കണ്ടപ്പോൾ അവർ അതിൽ നിന്നൊക്കെ ഒന്ന് വിട്ടുവരുന്നു എന്ന് പറയുന്ന ഒരു പ്രതീതി ഉളവാക്കിയെങ്കിലും അങ്ങനെ ഉണ്ടായില്ല എന്നത് തന്നെയാണ് ഈ കുറഞ്ഞ പോളിംഗ് ശതമാനം സൂചിപ്പിക്കുന്നത് എന്ന് തോന്നുന്നു. ആളുകളിൽ ഉണ്ടായിരിക്കുന്ന ഒരു നിരാശ, നിസ്സംഗത, ഇതൊക്കെയാണോ ദുരന്തത്തിന്റെ ബാക്കിയായി ഉണ്ടായ ഈ നിരാശയും നിസ്സംഗതയും ഒക്കെയാണോ ഒരുപക്ഷെ പോളിംഗ് ഇത്രയേറെ കുറച്ചത്? ലക്ഷ്മി പത്മ, ഈ ഒരു വയനാട് മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിരുന്നത് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ തന്നെയാണ്. അതിനോടനുബന്ധിച്ചുള്ള മറ്റു കാര്യങ്ങൾ, അതായത് കിറ്റ്, അതായത് ഭക്ഷ്യക്കിറ്റ് വിതരണവും അതോടൊപ്പം കേന്ദ്ര ഫണ്ടും ഇതൊക്കെ തന്നെ ചർച്ചയായിരുന്നു. അതോടൊപ്പം UDF-നോട് സംബന്ധിച്ച് നോക്കുമ്പോൾ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധിയൊക്കെ എന്ത് ചെയ്തു എന്ന ചോദ്യമൊക്കെ മറ്റു പാർട്ടികളിൽ നിന്നും ഒക്കെ തന്നെ വന്നിരുന്നു. ചൂരൽമലയിൽ ആയിരുന്നു ഇന്ന് എൻ്റെ റിപ്പോർട്ടിംഗ് ഉണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത് ഒരുപാട് പേര് ഈ ഒരു സ്ഥലത്തേക്ക് വീണ്ടും തിരികെ എത്തിയ ഒരു കാഴ്ചയാണ് ചൂരൽമലയിൽ കാണാൻ സാധിച്ചത്. ഒരു വൈകാരികമായ അനുഭവം തന്നെയായിരുന്നു അവിടെ എത്തിയ ഓരോ റിപ്പോർട്ടർമാരെ സംബന്ധിച്ചിടത്തോളം. കാരണം 3 മാസമായി അവിടെ നിന്ന് മാറി താമസിക്കുന്ന ആളുകൾ വീണ്ടും ഒത്തുചേരുന്ന ഒരു സമയം കൂടിയായിരുന്നു ഈ ഒരു വോട്ടെടുപ്പ് ദിനം. ഈ ഒരു ദിനത്തിൽ അയൽക്കാരെയും അതോടൊപ്പം തന്നെ ബന്ധുക്കളെയും ഒക്കെ തന്നെ കാണുന്ന സമയം, എല്ലാം നഷ്ടപ്പെട്ട ആളുകൾ ഒരുമിച്ച് കൂടുമ്പോൾ കാണുന്ന കണ്ണുനീരും അവരുടെ ആവലാതികളും പരാതികളും ഒക്കെ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സമയമായിരുന്നു. ചൂരൽമലയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിലുപരിയായി അവിടെ അവരുടെ ജീവിതമാണ് ചർച്ച ചെയ്യപ്പെട്ടത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ 6 മാസങ്ങൾക്ക് മുമ്പേ അവിടെ ഒരു തെരഞ്ഞെടുപ്പ് വളരെ ശക്തമായ രീതിയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ സജീവമായ പ്രചരണ പരിപാടികളൊക്കെ തന്നെ നടത്തിയതാണ്. ചൂരൽമല ടൗണിൽ തന്നെ വലിയ രീതിയിലുള്ള കൊട്ടിക്കലാശം ഒക്കെ തന്നെ നടത്തിയ ഒരു ടൗൺ കൂടിയായിരുന്നു ചൂരൽമല. ആ ഒരു ചൂരൽമല ആണ് ഇപ്പോൾ ഒരു കൊട്ടിക്കലാശവും പ്രചരണ പരിപാടികൾക്ക് വേണ്ടി സ്ഥാനാർത്ഥിമാർ എത്തുന്ന സമയത്ത് വോട്ടർമാരെ നേരിട്ട് കാണാൻ പോലും പറ്റാത്ത സാഹചര്യമായിരുന്നു ചൂരൽമലയിൽ ഉണ്ടായിരുന്നത്. അതൊക്കെ തന്നെ ഈ ഒരു ഇലക്ഷനെ ബാധിച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കണം. കഴിഞ്ഞ തവണത്തെ ഈ ഒരു 6 മാസം മുൻപുള്ള പോളിംഗ് ശതമാനം വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഒരുപാട് പേര് മരണപ്പെട്ടു എന്ന് നമ്മൾ എടുത്തു പറയണം. അതോടൊപ്പം പലരും ഈ ഒരു നാട്ടിലില്ല. ചൂരൽമലയിലും അതോടൊപ്പം മുണ്ടക്കൈയിലൊന്നും ഇപ്പോൾ വാസയോഗ്യമല്ലാത്തതിനാൽ പലരും ഈ നാട് വിട്ടുപോവുകയും മാറി താമസിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാർ സംവിധാനങ്ങളും ഈ വോട്ടും തെരഞ്ഞെടുപ്പിൻ്റെ ഒക്കെ ഭാഗമായി അവർക്ക് വേണ്ടി പ്രത്യേകമായ ബൂത്തുകളായിരുന്നു ഒരുക്കിയിരുന്നത്. ചൂരൽമലയിലെ സ്കൂളിൽ നിന്നൊക്കെ മാറി അവിടെയുള്ള ചൂരൽമല സെൻറ്റ് സെബാസ്റ്റ്യൻസ് ചർച്ചിനടുത്തുള്ള ഹാളിലായിരുന്നു 2 ബൂത്തുകൾ, 167, 169 എന്നീ ബൂത്തുകൾ ഉണ്ടായിരുന്നത്. ഈ ഒരു 2 ബൂത്തുകളിലും കഴിഞ്ഞ വർഷത്തെ പോളിംഗ് ശതമാനം നോക്കുമ്പോൾ 75% മേളിൽ അവിടെ പോളിംഗ് ശതമാനം ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു ഇലക്ഷനെ വെച്ച് നോക്കുമ്പോൾ വോട്ട് വണ്ടികളൊക്കെ തന്നെ സർക്കാരിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു. KSRTC ബസ് സൗകര്യം ഈ ഒരു മുണ്ടക്കൈ ചൂരൽമലയിൽ നിന്നൊക്കെ മാറി താമസിക്കുന്ന, അതായത് വാടകയ്ക്കൊക്കെ മാറി താമസിച്ച ആളുകളെ ഈ ഒരു പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കേണ്ടിയിട്ട് KSRTC ബസ്സുകളൊക്കെ തന്നെ ഒരുക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകൾ എത്തിച്ചേരുമെന്ന പ്രതീക്ഷ രാഷ്ട്രീയ പ്രവർത്തകർക്കും അതോടൊപ്പം അവിടെയുള്ള നേതാക്കൾക്കും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാലും ആളുകൾ വന്നത് വളരെയധികം കുറവായിരുന്നു. ഈ ഒരു പോളിംഗ് ശതമാനം അത്ര കണ്ട് ഉയർത്താൻ സാധിച്ചിട്ടില്ല. മരണസംഖ്യയൊക്കെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിലും 250ഓളം ആളുകൾ ആ ഒരു ഭാഗത്ത് നമുക്ക് ജീവൻ നഷ്ടപ്പെട്ടതായി നമുക്കറിയാം. എന്നിരുന്നാൽ പോലും ഈ ഒരു പോളിംഗ് ശതമാനത്തിൽ കൃത്യമായി രാഷ്ട്രീയത്തിനുപരിയായി ഇവരുടെ ജീവിതം ചർച്ചയായിട്ടുണ്ടെങ്കിലും ഇത് കൃത്യമായി ഇവിടെ പ്രതിഫലിച്ചിട്ടുണ്ടോ എന്ന് ഒന്നും കൂടെ ചിന്തിച്ചു നോക്കണം. ലക്ഷ്മി പത്മ.
ഈ ദുരന്തത്തിൽ നിരാശരായ ജനത, അവർക്ക് ഇതുവരെയും കേന്ദ്ര സഹായം പോലും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങൾ ഉപതെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടികൾ ചർച്ചയാക്കിയെങ്കിൽ പോലും ആ മേഖലകളിൽ നിന്നുള്ള ദുരന്തബാധിതരായിട്ടുള്ള ആളുകൾ വോട്ട് ചെയ്യാൻ എത്തിയത് വളരെ കുറവായിരുന്നു എന്നാണ് ലിനറ്റ് വർഗീസ് പറയുന്നത്. അതുതന്നെയാണ് ഈ പോളിംഗ് ശതമാനത്തിലും പ്രതിഫലിക്കുന്നത്. നമുക്കറിയാം 2019 രാഹുൽ ഗാന്ധി 4 ലക്ഷത്തോളം ഭൂരിപക്ഷം നേടിയപ്പോൾ 80% പോളിംഗ് ആയിരുന്നു, റെക്കോർഡ് പോളിംഗ് ആയിരുന്നു അത്. 2024 അത് രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം അന്നേരം 3,67,000 കുറയുന്നു. അന്നേരം പോളിംഗ് ശതമാനം 73.48. ഇപ്പോൾ ഇതാ അത് 64.54 എന്ന ഏറ്റവും കുറഞ്ഞ നമ്പറിൽ എത്തി നിൽക്കുന്നു. 70% തൊടാൻ പോലും 65% പോലും തികയ്ക്കാനായില്ല എന്നുള്ളത് 3 മുന്നണികളെ സംബന്ധിച്ചിടത്തോളവും അത് നിരാശാജനകം തന്നെയാണ്. ഇപ്പോൾ ആഷിഖ് കൂടി ചേരുന്നുണ്ട്. ആഷിഖ് മുഹമ്മദ് കൂടി ചേരുകയാണ് വയനാട്ടിൽ നിന്നും. ആഷിഖ്, ഇപ്പോൾ നമ്മൾ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം കേട്ട് കഴിഞ്ഞു. മറ്റ് കക്ഷികൾ, മറ്റു മുന്നണികൾ എന്താണ് ഈ കുറഞ്ഞ പോളിംഗ് ശതമാനത്തിൽ പറയുന്നത്? ആർക്കൊക്കെയാണ് ആശങ്ക? ആർക്കൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷയുള്ളത്? ആരൊക്കെയാണ് ആശങ്കകൾ പങ്കുവയ്ക്കുന്നത് ഈ കുറഞ്ഞ പോളിംഗ് ശതമാനത്തിൽ? ലക്ഷ്മി ഉദമ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പ്രതിപക്ഷത്തിന് തന്നെയാണ്, പ്രത്യേകിച്ച് കോൺഗ്രസിന് തന്നെയാണ് അതിൽ ഏറ്റവും കൂടുതൽ ആശങ്കയെന്ന് പറയേണ്ടി വരും. കാരണം കാർഡടിച്ചുള്ള ഒരു പ്രചരണം നടത്തിയത് കോൺഗ്രസ് ആണ്. പക്ഷേ അത് ഒരു പോളിംഗിലേക്ക്, വലിയൊരു പോളിംഗിലേക്ക് അത് എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാനിന്ന് പൂർണ്ണമായും സമയം തിരുവമ്പാടി മണ്ഡലത്തിലായിരുന്നു. തിരുവമ്പാടി നമുക്കറിയാവുന്നതുപോലെ ഒരു ലീഗിന് കൂടുതൽ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ്. ഏകദേശം 5 പഞ്ചായത്തുകൾ ലീഗ് അതായത് UDF ഭരിക്കുന്ന ഒരു നിയമസഭാ മണ്ഡലമാണ് തിരുവമ്പാടി. ആ നിയമസഭാ മണ്ഡലത്തിൽ വെറും 66% പോളിംഗ് മാത്രമാണ് ഈ രേഖപ്പെടുത്തിയത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇക്കഴിഞ്ഞ, അതായത് 5 മാസം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ അത് ഏകദേശം 73% മുകളിലായിരുന്നു. 2019 രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന സമയത്ത് അത് 81%. ഇങ്ങനെ വലിയൊരു കുറവാണ് ഈ ഒരു പോളിംഗിൽ ഉണ്ടായത്. നമ്മൾ ഈ ഓരോ സമയത്തും ഞങ്ങൾ രാവിലെ പുതുപ്പാടിയിലായിരുന്നു, ശേഷം ഞങ്ങൾ കൂടരഞ്ഞിയിലേക്ക് പോയി, മുക്കത്തേക്ക് പോയി, കണ്ണോത്ത്, കോടഞ്ചേരി, ഈങ്ങാപ്പുഴ, അടിവാരം തുടങ്ങി തിരുവമ്പാടി മണ്ഡലത്തിൻ്റെ ഭൂരിഭാഗം സ്ഥലങ്ങളിൽ ഞങ്ങൾ സന്ദർശിച്ചു. അവിടെയെല്ലാം വലിയ ക്യൂ ഒന്നും നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെയുള്ള കോൺഗ്രസ് പ്രവർത്തകരോടൊക്കെ ചോദിച്ചു എന്താണ് സംഭവം എന്ന് ചോദിച്ചപ്പോൾ അവരെല്ലാം പറയുന്ന ഒരു കാര്യം, തങ്ങളുടെ വോട്ട് പൂർണ്ണമായും പോൾ ചെയ്തു എന്നാണ് അവർ പ്രധാനമായും പറയുന്നത്. തങ്ങളുടെ വോട്ട് കൃത്യമായി പോൾ ചെയ്തു. ശക്തമായൊരു മത്സരം നടന്നില്ല. അതുകൊണ്ട് പ്രതിപക്ഷത്ത് നിന്ന് അല്ലെങ്കിൽ LDFിൻ്റെ ഭാഗത്തു നിന്ന് കാര്യമായി പോൾ ചെയ്തില്ല. അതുകൊണ്ടാണ് ഈ വോട്ട് ഇത്ര കുറഞ്ഞത് എന്നാണ് ഈ കോൺഗ്രസ് പ്രവർത്തകരടക്കം പറയുന്ന ഒരു കാര്യം. പക്ഷേ നമുക്ക് ആ കണക്ക് പൂർണ്ണമായും വയനാട് മണ്ഡലത്തിൽ, ഈ തിരുവമ്പാടിയോ അല്ലെങ്കിൽ വയനാട്ടിലെ മറ്റ് മണ്ഡലം നോക്കുമ്പോൾ അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം വലിയ കുറവാണ് ഈ ഒരു വോട്ട് പോളിംഗിലുണ്ടായത്. പ്രധാനമായിട്ടും നമ്മൾ ഈ കമ്പയർ ചെയ്യേണ്ടത് കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഉപതെരഞ്ഞെടുപ്പ് കമ്പയർ ചെയ്യേണ്ടത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി കമ്പയർ ചെയ്യണം. അങ്ങനെ നോക്കുന്ന സമയത്ത് ഏകദേശം 15% കുറവാണ് പല മണ്ഡലങ്ങളിലെയും പോളിംഗ് ശതമാനം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 2019 രാഹുൽ ഗാന്ധി ഇവിടെ വരുന്ന സമയത്ത് ഏകദേശം 80% ആവറേജ് പോളിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ അത് ഈ തിരുവമ്പാടി, ഞാൻ നിൽക്കുന്ന തിരുവമ്പാടി മണ്ഡലത്തിലാണെങ്കിൽ അത് 81. അങ്ങനെ പല മണ്ഡലങ്ങളിലും ഏറനാടക്കം വലിയ പോളിംഗ് ആയിരുന്നു 2019 നടത്തിയത്. ആ 2019 2024 ഈ ഉപതെരഞ്ഞെടുപ്പ് എത്തി നിൽക്കുന്ന സമയത്ത് വലിയ കുറവ്, ഏകദേശം 15% കുറവ് വരുന്നു. ഇനി ലക്ഷ്മി ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ LDFിന് അത്തരത്തിലൊരു ആശങ്കയില്ല. കാരണം LDFിൻ്റെ ഇന്ന് രാവിലെ മന്ത്രി OR കേളു തന്നെ കണ്ട സമയത്ത് പോളിംഗ് വലിയ രീതിയിൽ കുറയുമെന്ന് അദ്ദേഹം തന്നെ സൂചിപ്പിച്ചിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ സമയത്ത് തന്നെ LDFിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറയുന്നത് ഇതൊരു അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പാണെന്നാണ്. കാരണം രാഹുൽ ഗാന്ധി ഇവിടെ 2 സ്ഥലങ്ങളിൽ മത്സരിക്കുന്നു. വയനാട്ടിന് ശേഷം റായ്ബറേലിയിൽ മത്സരിക്കുന്ന കാര്യം ജനങ്ങളോട് പറഞ്ഞില്ല. അതിനുശേഷം റായ്ബറേലിയിൽ രാജിവെച്ച റായ്ബറേലിയിൽ നിലനിർത്തി വയനാട്ടിൽ രാജിവെക്കുന്നു. ശേഷം ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുന്നു. അത് കൃത്യമായി കൊണ്ട് തന്നെ ഈ ഒരു അടിച്ചേൽപ്പിച്ചൊരു തെരഞ്ഞെടുപ്പാണ് എന്ന് കൃത്യമായൊരു സന്ദേശം ഈ LDF നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ LDF പ്രധാനമായും ലക്ഷ്യം വെച്ചത് ഈ ഭൂരിപക്ഷം കുറയ്ക്കുക എന്നത് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഭൂരിപക്ഷം, ഈ പോളിംഗ് കുറഞ്ഞത് LDFിന് ആശ്വാസമാകുന്ന ഒരു നടപടിയാണെന്നാണ് സ്വാഭാവികമായും വിലയിരുത്തുന്നത്. കാരണം വലിയ പോളിംഗ് കുറയുക എന്ന് പറഞ്ഞാൽ പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം വലിയ രീതിയിൽ കുറയ്ക്കാൻ കഴിയും. 4,31,000 ആയിരുന്നു 2019 2024 എത്തുമ്പോൾ അത് 3,67,000 എത്തുന്നു. അത് 3 ലക്ഷമോ 3 ലക്ഷത്തിന് താഴത്ത് എത്തിയാൽ ഒരുപക്ഷെ വിജയിച്ചതിന് തുല്യമായ ഒരു തെരഞ്ഞെടുപ്പായിട്ട് LDFിന് വേണമെങ്കിൽ വിലയിരുത്താൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇത്തവണ നടക്കുക. കാരണം ആ തരത്തിലായിരുന്നു ഈ പ്രചാരണം നടന്നത്. കാരണം കോൺഗ്രസ് നമുക്കറിയാവുന്നതുപോലെ രാജ്മോഹൻ ഉണ്ണിത്താനും എഡേൻ കുര്യാക്കോസ് അടക്കമുള്ള MPമാരും മറ്റ് MLAമാരും അടക്കം നേതൃത്വം വഹിച്ച് ഓരോ മണ്ഡലങ്ങൾക്കും കൃത്യമായി ചുമതലകളെല്ലാം വീതിച്ച് നൽകിയാണ് പ്രചാരണം നടത്തിയത്. പക്ഷേ അത്രയ്ക്ക് വലിയ പ്രചാരണം നടത്തി പ്രിയങ്ക ഗാന്ധി കോർണർ യോഗങ്ങൾ, ഓരോ കേന്ദ്രങ്ങളിൽ കോർണർ യോഗങ്ങൾ, സാധാരണ നമ്മൾ കാണാറുള്ള വലിയ യോഗങ്ങളുണ്ട്, വലിയ പന്തൽ കെട്ടിയുള്ള യോഗങ്ങൾ. ആ
യോഗങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് കോർണർ യോഗങ്ങളിലായിരുന്നു ഇത്തവണ കോൺഗ്രസ് പൂർണ്ണമായും കേന്ദ്രീകരിച്ചത്. അത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്താൻ വേണ്ടിയിട്ടായിരുന്നു. അതിന് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് പ്രിയങ്ക ഗാന്ധി പോകുന്ന എല്ലാ സ്ഥലങ്ങളിലും വാഹനം നിർത്തി ആൾക്കാരെ കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പ്രിയങ്ക ഗാന്ധി എത്തിക്കുന്ന ഒരു ലക്ഷ്യത്തിന്റെ ഭാഗമായി ഈ പ്രചാരണ തന്ത്രം തന്നെ ഇത്തവണ പൂർണ്ണമായി മാറ്റിയായിരുന്നു കോൺഗ്രസ് ഈ ഒരു ഇലക്ഷനെ മുന്നിൽ കണ്ട് പ്രവർത്തിച്ചത്. പക്ഷേ അതൊന്നും തെരഞ്ഞെടുപ്പിൽ കണ്ടില്ല എന്നുള്ളത് വലിയ തിരിച്ചടി കോൺഗ്രസിനാണ് നൽകുന്നത്. പ്രധാനപ്പെട്ട കാര്യം BJPക്ക് ഏതെങ്കിലും തരത്തിൽ തീർച്ചയായും ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ പ്രതിച്ഛായയ്ക്ക് പ്രിയങ്ക ഗാന്ധിക്ക്, രാഹുൽ ഗാന്ധിക്ക്, ഗാന്ധി കുടുംബത്തിന് അവരുടെ പ്രതിച്ഛായയ്ക്ക് വലിയ മങ്ങലേൽക്കും. വയനാട്ടിൽ ഭൂരിപക്ഷം കുറഞ്ഞാൽ അത് 3 ലക്ഷത്തിൽ താഴെയൊക്കെ ആയാൽ പരാജയം പോലെയായിരിക്കും അവരെ സംബന്ധിച്ച് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത്രയും സുരക്ഷിതമായ വയനാട് പോലെ ഒരു മണ്ഡലത്തിൽ നിന്നും പ്രിയങ്ക ഗാന്ധിയെ പാർലമെന്റ് രാഷ്ട്രീയത്തിലേക്ക് അരങ്ങേറ്റം കുറിക്കാൻ കോൺഗ്രസ് ഒരുങ്ങിയ ആ ഒരു തീരുമാനം തന്നെ ഒരു പക്ഷേ തെറ്റായി വിലയിരുത്തപ്പെടും. ദേശീയ രാഷ്ട്രീയത്തിൽ അത് അങ്ങനെയാകും ചർച്ച ചെയ്യപ്പെടുക. ഈ വയനാട്ടിലെ കുറഞ്ഞ പോളിംഗ് ശതമാനവും അതുപോലെ തന്നെ അതിനാനുപാതികമായി പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷവും കുറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അവിടെ നിന്നും ഞങ്ങളുടെ പ്രതിനിധികളാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വിവിധയിടങ്ങളിൽ നിന്നും തത്സമയ വിവരങ്ങൾ പങ്കുവച്ചത്. ചേലക്കരയിലെ കാര്യത്തിലേക്ക് എത്തിയാൽ, ചേലക്കരയിലും നമുക്കറിയാം, ചേലക്കരയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന മണ്ഡലമാണ്. ഇരു മുന്നണികളും തമ്മിൽ വാശിയേറിയ പോരാട്ടം, LDFും UDFും തമ്മിൽ വാശിയേറിയ പോരാട്ടം. അതിനൊപ്പം തൃശ്ശൂരിലെ തിരഞ്ഞെടുപ്പ് വിജയത്തിന്റെ തിളക്കത്തിൽ നിൽക്കുന്ന NDAയും K ബാലകൃഷ്ണൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയിലൂടെ വലിയ മേൽക്കൈ ഉണ്ടാക്കാൻ കഴിയും എന്ന തരത്തിൽ നടത്തിയ പ്രചാരണ പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. പക്ഷേ ചേലക്കരയിലും പോളിംഗ് ശതമാനം കുറഞ്ഞു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത്. ഇപ്പോൾ 72.54% മാത്രമാണ് പോളിംഗ് ശതമാനം. 2021 അത് 77.40 ആയിരുന്നു. അതായത് വാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം 3 മുന്നണികളും നടത്തിയിട്ട് പോലും അവിടെ പോളിംഗ് ശതമാനം കുറഞ്ഞിരിക്കുന്നു. ആസിഫ് മുഹമ്മദാണ് ആദ്യം ചേലക്കരയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. ആസിഫ്, ചേലക്കരയിൽ നിങ്ങൾ റിപ്പോർട്ടേഴ്സൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതിലും വലിയൊരു പോളിംഗ് ശതമാനം പ്രതീക്ഷിച്ചിരുന്നതല്ലേ? എന്താണ് അവിടെ സംഭവിച്ചത്? തീർച്ചയായും LDFിൻ്റെയും UDFിൻ്റെയും BJPയുടെയും പ്രചാരണം അത്രത്തോളം ഒരു ഉപതെരഞ്ഞെടുപ്പിലുണ്ടാകുന്ന പ്രചാരണമൊന്നും ആയിരുന്നില്ല. കാരണം എല്ലാ വീടുകളും 2-3 തവണ ഓരോ പാർട്ടിയും കയറി ഇറങ്ങി ഇത്തവണ വോട്ട് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ച ഒരു തെരഞ്ഞെടുപ്പാണ് നടന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചിരുന്നത് ഉപതെരഞ്ഞെടുപ്പാണെങ്കിൽ പോലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ അത്രയും പോളിംഗ് ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ള ഒരു വിലയിരുത്തലുണ്ടായിരുന്നു. പക്ഷേ അത്രത്തോളം എത്തിയില്ല എന്നുള്ളതാണ് വാസ്തവം. രാവിലെ സമയങ്ങളിൽ വലിയ രീതിയിൽ പോളിംഗ് നടന്നു. എന്നാൽ പിന്നീട് ഉച്ചസമയത്ത് വളരെ മന്ദഗതിയിലായിരുന്നു. വൈകുന്നേരവും വലിയൊരു ആൾക്കൂട്ടം എല്ലായിടത്തും കണ്ടില്ല. വളരെ കുറഞ്ഞ പോക്കറ്റുകളിൽ മാത്രമാണ് വൈകുന്നേരവും കൂട്ടമായ ആളുകൾ എത്തിയത്. എന്തായാലും ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചോളം അത്ര മോശമല്ലാത്തൊരു പോളിംഗ് രേഖപ്പെടുത്തി എന്നുള്ള ഒരു വിലയിരുത്തൽ പാർട്ടികൾക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ 3 പാർട്ടികളും പ്രതീക്ഷയിലാണ്. പ്രത്യേകിച്ച് LDFും UDFും അവരുടെ പ്രതീക്ഷകൾ അല്പം മുമ്പ് സ്ഥാനാർത്ഥികൾ നമ്മളോട് പങ്കുവെക്കുകയും ചെയ്തിരുന്നു. LDF കരുതുന്നത് ഇത്തവണ മണ്ഡലം നിലനിർത്തുമെന്ന് തന്നെയാണ് അവരുടെ കണക്കുകൂട്ടൽ. അതിന് അവർ വ്യക്തമായ ചില കാരണങ്ങൾ കൂടി അവർ പറയുന്നുണ്ട്. ഈ വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് തങ്ങളെ ഒരു തരത്തിലും ബാധിക്കില്ല, അത് ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂ എന്നൊരു വിലയിരുത്തൽ LDFിനുണ്ട്. LDF അവരുടെ പരമ്പരാഗതമായ വോട്ടുകളെല്ലാം പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അതോടൊപ്പം തന്നെ ഭരണവിരുദ്ധ വോട്ടുകൾ കൃത്യമായി 2 ഭാഗങ്ങളിലേക്ക് UDFിലും BJPയിലുമായും സ്പ്ലിറ്റായി പോയിട്ടുണ്ട്. അതുകൊണ്ട് അത് UDFിന് മാത്രമായി ഗുണം ചെയ്യാനുള്ള ഒരു സാധ്യതയുമില്ല എന്ന് LDF കൃത്യമായി വിലയിരുത്തുന്നു. വരവൂർ, ദേശമംഗലം, അതുപോലെ തന്നെ വള്ളത്തോൾ നഗർ പഞ്ചായത്തുകളിൽ വ്യക്തമായ ലീഡ് നേടാൻ കഴിയുമെന്നാണ് ഈ അവസാന ഘട്ടത്തിലും LDFിൻ്റെ പ്രതീക്ഷയുള്ളത്. ഈ മറ്റൊന്ന് തിരുവില്ലാമലയിൽ BJP വോട്ടുകൾ പിടിക്കുമെങ്കിലും അത് ആ പഞ്ചായത്തിലും ഒരുപക്ഷെ 1ാം സ്ഥാനത്തേക്ക് എത്താൻ കഴിയുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് മറ്റ് പഞ്ചായത്തുകളിൽ കാര്യമായ ലീഡ് UDFിന് ഉണ്ടാക്കാൻ കഴിയുമെന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല. UDF ഏതെങ്കിലും പഞ്ചായത്തിൽ ലീഡുകൾ നേടുകയാണെങ്കിൽ പോലും 3 പഞ്ചായത്തുകളിൽ UDF ലീഡ് നേടുകയാണെങ്കിൽ പോലും അത് കാര്യമായ ഒരു ലീഡിലേക്ക് പോകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവില്ല. അങ്ങനെ ലീഡിൽ നേടിയാൽ പോലും ദേശമംഗലത്തെയും വരവൂരിലെയും വള്ളത്തോൾ നഗറിലെയും ലീഡ് വെച്ച് അതിനെ അതിജീവിക്കാൻ കഴിയുമെന്നുള്ള കൃത്യമായ പ്രതീക്ഷ LDF കണക്ക് കൂട്ടുന്നുണ്ട്. പക്ഷേ LDF ഇപ്പോൾ വിലയിരുത്തുന്നത് UR പ്രദീപ് 2016 നേടിയ ഒരു ഭൂരിപക്ഷത്തിൻ്റെ അത്രയും ഭൂരിപക്ഷത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയില്ല എന്നുള്ള ഒരു വിലയിരുത്തലിലേക്കാണ് ഇപ്പോൾ എത്തുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. കാരണം ചില ബൂത്തുകൾ അടിസ്ഥാനമാക്കി LDF പരിശോധിച്ച് വന്നപ്പോഴാണ് അത്തരത്തിലൊരു വിലയിരുത്തലിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. വിജയിക്കുക തന്നെ ചെയ്യും, പക്ഷേ അത് 10,000-ൽ താഴെ വോട്ടുകൾക്കാണ് എന്നുള്ളൊരു പ്രതീക്ഷ.
LDFും UDFും പക്ഷേ ഒരു ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് തന്നെ അല്പം മുമ്പ് സംസാരിച്ചപ്പോഴും ഒരു ചെറിയൊരു ഭൂരിപക്ഷമാണ് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിക്കുന്നത്. അത്തരത്തിലുള്ളൊരു ഭൂരിപക്ഷമാണ് 4000-ൽ താഴെയുള്ള ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് UDFിൻ്റെ ക്യാമ്പിൻ്റെയും പ്രതീക്ഷ. രമ്യ നമ്മളോട് അല്പം മുമ്പ് സംസാരിച്ചപ്പോഴും ചേലക്കര കൈവിടില്ല, ചേർത്ത് നിർത്തുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് എന്തായാലും രമ്യ ഹരിദാസും ഇപ്പോൾ പങ്കുവച്ചിട്ടുള്ളത്. BJPയും അവരുടെ വോട്ട് വർധനവ് ലക്ഷ്യമിട്ടതുകൊണ്ട് തന്നെയാണ് പ്രവർത്തിച്ചത്. പക്ഷേ അവരും ഈ ഒരു പോളിംഗിൻ്റെ ശതമാനം എടുക്കുമ്പോൾ അവർക്ക് സ്വാധീനമുള്ള ബൂത്തുകളിലടക്കം വലിയ രീതിയിലുള്ള പോളിംഗിലേക്ക് പോകാത്തതിൻ്റെ ആശങ്കയും അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 30,000-ൽ താഴെ വോട്ടുകൾ ഒരുപക്ഷെ BJPക്ക് പിടിക്കാൻ കഴിയുകയുള്ളൂ. അല്ലാതെ അവർ കണക്ക് കൂട്ടിയതുപോലെ ഒരു വലിയ ഒരു വോട്ടിംഗ് ശതമാനത്തിലേക്ക് പോകുമോ എന്നുള്ള ആശങ്ക അവർക്കും ഇപ്പോൾ നിലവിലുണ്ട് എന്നുള്ളതാണ് വാസ്തവം. മൂന്ന് മുന്നണികളുടെയും നെഞ്ചെടുപ്പ് കൂട്ടുന്നുണ്ട് ചേലക്കരയിൽ കുറഞ്ഞ പോളിംഗ് ശതമാനം എന്നുള്ളതാണ്. ആരും തന്നെ വലിയ അവകാശവാദങ്ങൾ അവിടെ ഇപ്പോൾ ഉന്നയിക്കുന്നില്ല. തുടക്കത്തിൽ നമ്മൾ ഇടതുപക്ഷത്തിൻ്റെ പ്രതികരണങ്ങൾ ഒക്കെ കാണുമ്പോൾ മനസ്സിലാകുന്നത് വിജയം ഉറപ്പിച്ച പോലെയായിരുന്നു അവരുടെ പ്രതികരണം. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, അത് ജയിക്കും, പക്ഷേ കുറഞ്ഞ വോട്ടിനായിരിക്കും എന്ന് തുറന്നു പറയുന്നുണ്ട്. കോൺഗ്രസ് ആണെങ്കിലും രമ്യ ഹരിദാസ് വന്നപ്പോൾ വലിയ ആത്മവിശ്വാസത്തോടെ ആവേശത്തോടെ ഇരുന്ന കോൺഗ്രസ് ക്യാമ്പും പറയുന്നത് 5000-ൽ താഴെ അല്ലെങ്കിൽ 5000 ഉള്ള ഒരു ഭൂരിപക്ഷം, ആ ചെറിയ ഭൂരിപക്ഷം മാത്രമാണ് മുന്നണികൾ അവരുടെ വിജയത്തിൽ പ്രതീക്ഷിക്കുന്നത്, പ്രവചിക്കുന്നത് അത്രമാത്രമാണ് എന്നുള്ളത് ഈ ഘട്ടത്തിൽ നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യമാണ്. ബിനിൽ ലീല സാബു കൂടി ചേരുന്നുണ്ട്, ക്ഷമിക്കണം, ചേലക്കരയിൽ നിന്നും നമുക്കിപ്പം ലെവിൻ കെ വിജയനും കൂടി ചേരുന്നുണ്ട്. ബിനിലേക്ക് എത്താം. ലെവിൻ, വളരെ ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രചരണ രംഗത്തെ പൊടിപാറിച്ച പ്രചരണം കണ്ടപ്പോൾ ഇതിലും കൂടുതൽ പോളിംഗ് ശതമാനം നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ അതുണ്ടായില്ല. ഈ കുറഞ്ഞ പോളിംഗ് ശതമാനം ആരുടെ നെഞ്ചെടുപ്പാണ് കൂടുതൽ കൂട്ടുന്നത് അവിടെ? ലക്ഷ്മി, 2011 നടന്ന തെരഞ്ഞെടുപ്പിൽ 75% ചേലക്കരയിലെ പോളിംഗ്. 2016 അത് 77-ലെത്തി. 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 79% പോളിംഗ് നിരക്ക് എത്തി. പക്ഷേ അല്പം മുമ്പ് വോട്ടെടുപ്പ് പൂർത്തിയായപ്പോൾ നമുക്ക് ലഭ്യമായ കണക്കുകൾ പ്രകാരം ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ ആളുകളുടെ എണ്ണം 1,55,077 പേർ മാത്രമാണ്. അതായത് 58,026 പേർ ഇനിയും വോട്ട് ചെയ്തിട്ടില്ല മണ്ഡലത്തിലെ വോട്ടർമാരിൽ എന്നുള്ളതാണ് കണക്കുകൾ, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ ഈ കണക്ക് അന്തിമമല്ല. ഇനിയും ചെറിയ നേരിയ തോതിലെങ്കിലും ഈ കണക്കിലൊരു മാറ്റമുണ്ടാകാം. എങ്കിൽ പോലും 73% പോലും കഴിഞ്ഞ 3 നിയമസഭാ തെരഞ്ഞെടുപ്പിലെയും കണക്കുകൾക്ക് അടുത്തെത്താൻ പോലും ഇതുവരെയും മുന്നണികൾക്ക് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് ശതമാനത്തിൽ സാധിച്ചിട്ടില്ല എന്നുള്ളത് നേരത്തെ ആസിഫ് സൂചിപ്പിച്ചതുപോലെ മണ്ഡലത്തിലെ ഒരു വിജയ സാധ്യത അപ്രവചനിതമാക്കി അല്ലെങ്കിൽ പ്രവചനാതീതമാക്കി മാറ്റുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ മാറി മറിയുന്നത് എന്നുള്ളത് വേണം നമുക്ക് വിലയിരുത്തേണ്ടി വരിക. കാരണം പരമാവധി വോട്ടർമാരെയും ബൂത്തുകളിലേക്ക്, പാനൽ വോട്ടർമാരെയും ബൂത്തുകളിലേക്ക് എത്തിക്കാൻ വിവിധ മുന്നണി നേതാക്കൾക്കും മുന്നണി പ്രവർത്തകർക്കുമൊക്കെ ആയി. പക്ഷേ ഇതൊരു ജയപരാജയത്തെ നിശ്ചയിക്കാൻ തക്ക കണക്കായി മുന്നണികൾ ഇതുവരെയും കണക്കാക്കുന്നില്ല. നമുക്കറിയാം പ്രത്യേകമായ സാഹചര്യങ്ങൾ, സ്ഥാനാർത്ഥികൾ മാറി വന്നത് LDFിനും അതേപോലെ തന്നെ UDFിനും ഒക്കെ ചില കണക്കുകൂട്ടലുകൾക്ക് വ്യത്യാസം വരുത്തിയേക്കാം. അതോടൊപ്പം തന്നെയാണ് PV അൻവറിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള NK സുധീർ എത്രമാത്രം വോട്ട് പിടിക്കുമെന്നുള്ള ആശങ്കകളും മറ്റും ഇരു മുന്നണികൾക്കുള്ളത്. BJPയുടെ വോട്ട് വിഹിതത്തിലെ വർധനവും പ്രധാന രണ്ട് മുന്നണികൾക്കും നേരിയ തോതിലെങ്കിലും തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് 72.7 എന്നുള്ള നിലയിൽ വോട്ടിംഗ് പാറ്റേൺ അല്ലെങ്കിൽ വോട്ടിംഗ് ശതമാനം എത്തി നിൽക്കുന്നത്. ഇതിൽ നേരിയ മാറ്റം മാത്രമാണ് ഉണ്ടാകുക. മണ്ഡലത്തിൽ വോട്ട് ഉള്ളത് 2,13,103 പേർക്കാണ്. ഇതിൽ 1,55,077 പേർ മാത്രമാണ് വോട്ട് രേഖപ്പെടുത്തിയത്. 1,19,003 പുരുഷന്മാരും അത് 70% പുരുഷന്മാർ വോട്ട് രേഖപ്പെടുത്തി. 1,11,097 സ്ത്രീകളും 74% സ്ത്രീകളും വോട്ട് രേഖപ്പെടുത്തി. 3 ട്രാൻസ്ജെൻഡർമാരിൽ ഒരാൾ മാത്രമാണ് വോട്ട് രേഖപ്പെടുത്തി. ഇതാണ് വോട്ടിംഗ് പാറ്റേണിലെ ഒരു കണക്ക് എന്ന് പറയുന്നത്. 58,026 പേരാണ് ഇനിയും മണ്ഡലത്തിൽ വോട്ട് ചെയ്യാൻ ബാക്കിയുള്ളത്. ഏതായാലും വിവിധ പഞ്ചായത്തുകളിൽ LDFിന് തദ്ദേശ സ്വയംഭരണ നിലയിൽ മേൽക്കോയ്മയുണ്ട്. 3 പഞ്ചായത്തിൽ UDFിന് മേൽക്കോയ്മയുണ്ട്. കൃത്യമായ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ കഴിയുന്ന 2 പഞ്ചായത്തുകൾ BJPക്കുണ്ട്. അതുകൊണ്ട് തന്നെ കണക്കുകൂട്ടലുകൾ ചേലക്കരയെ സംബന്ധിച്ചുകൊണ്ട് ഈ ഘട്ടത്തിൽ നടത്തുക സാധ്യമല്ല. എങ്കിൽ പോലും നേരിയ തോതിലെങ്കിലും
വിജയിച്ച് കയറാമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇരു മുന്നണികളുമുള്ളത്. അതാണ് ഈ ചേലക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ വീറും വാശിയും ഇപ്പോഴും അവസാനിക്കാതെ തുടരുന്നതിനുള്ള പ്രധാന കാരണം. ലക്ഷ്മി. ശരി, ലെവിൻ പറഞ്ഞ ആ കണക്ക് ഞാൻ ശ്രദ്ധിച്ചു. സ്ത്രീ വോട്ടർമാർ 74% ഉണ്ട് എന്നുള്ളത്, പുരുഷന്മാരെക്കാൾ കൂടുതൽ 70%മാണ് പുരുഷ വോട്ടർമാർ അവിടെ പോളിംഗ് രേഖപ്പെടുത്തിയത്. ഞാനിന്ന് പാമ്പാടി LP സ്കൂളിൽ കെ ബാലകൃഷ്ണൻ വോട്ട് ചെയ്യുന്നിടത്ത് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഉടനീളം നമുക്ക് സ്ത്രീകളുടെ നീണ്ട നിര കാണുവാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അത് ഉച്ചയ്ക്കുമൊക്കെ സാധാരണ നട്ടുച്ച നേരത്തൊന്നും ആളുകൾ അങ്ങനെ വോട്ട് ചെയ്യാൻ വരുന്നതല്ല സ്ത്രീ വോട്ടർമാരൊക്കെ. പക്ഷേ സ്ത്രീ വോട്ടർമാരുടെ നീണ്ട നിര നമുക്ക് കാണാൻ കഴിഞ്ഞു. പ്രായമായ സ്ത്രീകളടക്കം അമ്മമാരും ചേച്ചിമാരും ഒക്കെ വന്നു നിന്ന് ക്യൂവിൽ ഏറെ നേരം കാത്തു നിന്ന് വോട്ട് ചെയ്യുന്നത് കണ്ടു. അത് തന്നെയാണ് ആ പോളിംഗ് ശതമാനത്തെ പ്രതിഫലിച്ചിരിക്കുന്നത്. 74% സ്ത്രീ വോട്ടർമാർ അവിടെ വോട്ട് രേഖപ്പെടുത്തി എന്നുള്ളത്. ഇപ്പോൾ ബിനിൽ ലീല സാബു കൂടി ചേരുകയാണ്. ബിനിൽ, അൻവറിന്റെ DMK അവിടെ എത്ര വോട്ട് പിടിച്ചു എന്നുള്ളത് നമുക്ക് കൗതുകമുണർത്തുന്ന ഒരു കാര്യമാണ്. ഒരുപക്ഷെ അതായിരിക്കും അവിടുത്തെ രാഷ്ട്രീയ കാലാവസ്ഥയെ വ്യത്യസ്തമാക്കുന്ന ഒന്ന് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. അൻവറിന്റെ DMK പ്രതീക്ഷിച്ച പോലെ വോട്ടുകൾ പിടിച്ചിട്ടുണ്ടോ? ആ വോട്ടുകൾ വേറെ എങ്ങോട്ടേക്കെങ്കിലും ഒഴുകിയിട്ടുണ്ടോ? എന്ത് വിലയിരുത്തൽ നടത്താൻ കഴിയും നമുക്ക് ഈ ദിവസം ഇപ്പോൾ ഈ നേരത്ത്? അൻവറിന്റെ DMK പിടിക്കുന്ന വോട്ടുകളും ചേലക്കരയിൽ നിർണായകമാണ്. 5000 വോട്ടുകൾ എന്നാണ് അവർ ആദ്യഘട്ടത്തിൽ പുറത്തേക്ക് പറഞ്ഞത്. 25,000 ആണെങ്കിൽ അവരുടെ ഉള്ളിലെ കണക്ക് 5000 ആണ്. ആ 5000 വോട്ടുകളിലേക്ക് അവർക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 3500 വോട്ടുകൾ പിടിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന കണക്കുകൾ പ്രകാരം മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അത് ഏത് മുന്നണിയെയാണ് ബാധിക്കുക എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. കാരണം പോളിംഗ് ശതമാനത്തിലെ കുറവ് ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് UDF-ന്. അത് LDF പറയുന്നത് തങ്ങൾക്ക് അനുകൂലമായ ട്രെൻഡ് ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് ആ പോളിംഗ് ശതമാനം കുറഞ്ഞതെന്നാണ് പറയുന്നത്. എന്തായാലും ആ കണക്കുകൂട്ടൽ മുന്നണികൾ നടത്തുകയാണ്. നിലവിൽ എന്തായാലും വലിയ തിരക്ക്, രാവിലെ മുതൽ തന്നെ വലിയ തിരക്ക് പോളിംഗ് ബൂത്തിലേക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ലക്ഷ്മി നേരത്തെ പറഞ്ഞതുപോലെ ഉച്ച സമയത്തൊക്കെ നമ്മളും ഈ ബൂത്തുകളിലേക്ക് ചെല്ലുമ്പോൾ വനിതാ വോട്ടർമാരുടെ വലിയ ഒരു ക്യൂ, നീണ്ട നിരയുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ ചേലക്കരയിലെ വിവിധ പഞ്ചായത്തുകളിലുള്ള വിവിധ ബൂത്തുകളിലേക്ക് നമ്മൾ പോയിരുന്നു. അവിടെയൊക്കെ അവസാന നിമിഷത്തിലും വനിതാ വോട്ടർമാർ അവിടേക്ക് എത്തി വോട്ട് രേഖപ്പെടുത്തി മടങ്ങുന്നത് കണ്ടു. ഏതായാലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 77% പോളിംഗ് ശതമാനം. അതിൽ നിന്നും ഏകദേശം 5% കുറവാണ് ഉണ്ടായിട്ടുള്ളത്. അത്രയും വോട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. അത് ആർക്ക് ഗുണം ചെയ്യും എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. 3 മുന്നണികളും പ്രതീക്ഷയിലാണ്. നേരത്തെ ലെവിനും ആസിഫും പറഞ്ഞതുപോലെ 3 മുന്നണികളും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. അവർ പറയുന്നത് നിസാര വോട്ടുകൾക്കെങ്കിലും, ഇപ്പോൾ UDF-ന്റെ പ്രതിനിധി നേരത്തെ പറഞ്ഞു 3000-നും 5000-നും ഇടയ്ക്ക് വോട്ടുകൾക്കായിരിക്കും തങ്ങൾ ജയിക്കുക എന്ന് പറയുന്നു. LDF ക്യാമ്പിനും സമാനമായ സ്ഥിതിയാണ്. കഴിഞ്ഞ തവണ 2016-ൽ UR പ്രദീപ് ജയിച്ചപ്പോൾ അന്ന് ഏകദേശം 10,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് അദ്ദേഹം ജയിച്ചത്. പക്ഷേ അത്രയും ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ സാധിക്കില്ല. പക്ഷേ വിജയം സുനിശ്ചിതമാണ് എന്ന് തന്നെയാണ് LDF ക്യാമ്പ് പറയുന്നത്. BJPയും മുന്നേറ്റം ഉണ്ടാക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ്. നേരത്തെ ഈ DMK-യുടെ കാര്യം പറഞ്ഞ DMK-ക്ക് SDP-യുടെ പരോക്ഷമായ പിന്തുണയുണ്ടായിരുന്നു. വാർത്താ സമ്മേളനത്തിൽ അൻവർ പറയുന്ന നല്ല കാര്യങ്ങളാണ്. അൻവറിന് പിന്തുണ എന്ന രീതിയിലാണ് സംസാരിച്ചത്. നേരത്തെ അവർക്ക് ഏകദേശം 2000-ഓളം വോട്ടുകൾ ഇവിടെയുണ്ട്. പിന്നീട് കോളനികൾ കേന്ദ്രീകരിച്ച് സജീവമായൊരു പ്രവർത്തനം ഉണ്ടായിരുന്നു DMK-യുടെ സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ PV അൻവറും. അവിടെ നിന്നും കുറച്ച് വോട്ടുകൾ അടർത്തി മാറ്റാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഏകദേശം 3500 വോട്ടുകൾ അവർ പിടിച്ചിട്ടുണ്ട് ഇത്തവണ മണ്ഡലത്തിൽ. എന്തായാലും അത് ഏത് മുന്നണിക്കാണ് ഗുണമുണ്ടാക്കുക ദോഷമുണ്ടാക്കുക എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. ലക്ഷ്മി. DMK പിടിക്കുന്ന വോട്ടുകൾ ആ മണ്ഡലത്തിലെ സ്ഥിതി വ്യത്യസ്തമാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. മാത്രമല്ല കോൺഗ്രസ് അവകാശപ്പെടുന്നുണ്ട് 6000-ഓളം പുതിയ വോട്ടുകൾ ചേർത്തിട്ടുണ്ട് എന്നുള്ള കാര്യം. കുറഞ്ഞ പോളിംഗ് ശതമാനമാണ് മുന്നിൽ നിൽക്കുന്നത്. ഒന്നും പ്രവചിക്കാൻ കഴിയാത്ത ഒരവസ്ഥ തന്നെയാണ് ചേലക്കരയിൽ ഉള്ളത്. നേരത്തെ നിങ്ങളെല്ലാവരും ബിനിലും ആസിഫും ഒക്കെ പറഞ്ഞതുപോലെ, ലെവിനും ഒക്കെ പറഞ്ഞതുപോലെ അവിടെ ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് കാര്യങ്ങൾ പോകും എന്ന് പറഞ്ഞത് ഇപ്പോൾ മുന്നണികളും അംഗീകരിക്കുകയാണ്. അവരും ചെറിയ ഭൂരിപക്ഷം മാത്രമേ അവകാശപ്പെടുന്നുള്ളൂ. വലിയ അവകാശവാദങ്ങൾ ചേലക്കരയെ മുൻനിർത്തി ആരും നടത്തുന്നില്ല ഈ ദിവസം എന്നതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. പക്ഷേ സ്ഥാനാർത്ഥികൾ രണ്ടുപേരും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അവിടെ ഉള്ളത്. UR പ്രദീപിന്റെയും രമ്യ ഹരിദാസിന്റെയും പ്രതികരണം കണ്ടുവരാം നമുക്ക്. ചേലക്കരക്കാർ കൈവിടില്ല. കാരണം അത്രയധികം അവർ സ്നേഹം തന്നിട്ടുണ്ട്, കൂടപ്പിറപ്പായിട്ട് കണ്ടിട്ടുണ്ട്. അവർ ചേർത്ത് നിർത്തും എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സന്ധ്യാസമയത്തും നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്. അതിനകത്ത് ഒരു തീരെ അതിനകത്ത് സംശയിക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് ഈ സമയവും പറയാനുള്ളത്. കുറഞ്ഞതിൽ ആശങ്കയുണ്ടോ? അതെല്ലാം ഒരു
നല്ല നിലയ്ക്ക് നല്ല ഒരു റിസൾട്ട് ആവും തന്നെയാണ് എൻ്റെയൊക്കെ കണക്കൂട്ടൽ. എൽമേലയുടെ സമയത്ത് ഇടപെട്ടതും അവർ ആവശ്യപ്പെട്ട സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്തതുമെല്ലാം ഇപ്പോൾ അവർ തിരിച്ചത് പറഞ്ഞിരുന്നു. ഞങ്ങൾ എൻ്റെ കുടുംബവും മറ്റു കുടുംബാംഗങ്ങളും ബന്ധങ്ങളും ഞങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് എന്നൊക്കെ വിളിച്ച് അറിയിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതെല്ലാം ഒരു പ്ലസ്സായും വരും എന്ന് തന്നെയാണ് കണക്കൂട്ടുന്നത്. ഈ പോളിംഗ് ദിനത്തിലും CPM-നും ഇടതുമുന്നണിക്കും സർക്കാരിനുമൊക്കെ തലവേദനയായത് EP ജയരാജൻ തന്നെയായിരുന്നു. ഇന്നലെയാണ് DC ബുക്സിന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൊക്കെ തന്നെ EP ജയരാജന്റെ ആത്മകഥ, നിർണായകമായ വെളിപ്പെടുത്തലുകളുള്ള, പാർട്ടിക്കെതിരെ വലിയ വെളിപ്പെടുത്തലുകളുള്ള അദ്ദേഹത്തിന്റെ കട്ടൻ ചായയും പരിപ്പുവടയും എന്ന ആത്മകഥ പ്രകാശനം ചെയ്യപ്പെടുകയാണ്. ഉടൻ വരുന്നു എന്ന മട്ടിൽ സോഷ്യൽ മീഡിയ പേജിൽ, DC ബുക്സിന്റെ സോഷ്യൽ മീഡിയ പേജിൽ കണ്ടത് ആ അറിയിപ്പ് വരുന്നു. അതിനു പിന്നാലെ ഇന്ന് രാവിലെ പോളിംഗ് തുടങ്ങുന്ന ദിവസം ടൈംസ് ഓഫ് ഇന്ത്യ അത് വലിയ വാർത്തയായിട്ട് ടൈംസ് ഓഫ് ഇന്ത്യയിൽ വരുന്നു. അതിനുശേഷം കേരളത്തിലെ എല്ലാ ചാനലുകളും ആ വാർത്ത ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഒരുപക്ഷേ ഇന്നത്തെ പോളിംഗ് ദിവസം പോളിംഗിനേക്കാൾ കൂടുതൽ, ഒരുപക്ഷേ എന്നല്ല, അത് കൃത്യം അങ്ങനെ തന്നെയായിരുന്നു, പോളിംഗിനേക്കാൾ കൂടുതൽ ചർച്ചയായത് EP ജയരാജൻ്റെ ആത്മകഥയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ആയിരുന്നു. അതിനകത്ത് എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഇപ്പോഴും ചില കൺഫ്യൂഷൻസ് ഉണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായ കാര്യങ്ങൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ഏതായാലും EP ജയരാജൻ ഇപ്പോൾ DC ബുക്സിനെതിരെ DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഇതിനകത്ത് ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. വക്കീൽ നോട്ടീസും അയച്ചിട്ടുണ്ട്. ആദ്യം അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നമുക്ക് കണ്ടുവരാം. ഇരുട്ട് വെളുക്കും മുമ്പ് കോൺഗ്രസിൽ നിന്ന് മറുകണ്ഠം ചാടിയ ആളാണ് P സരിൻ. ചേലക്കരയിലെ അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം ഇടത് വോട്ടുകൾ ചോർത്തും. ഇന്ത്യ മുന്നണിയുടെ സഖ്യകക്ഷിയോട് വയനാട്ടിൽ എന്തിന് മത്സരിക്കുന്നു എന്ന ചോദ്യം ഒരു കുരുക്ക് തന്നെയാണ്. എന്നിങ്ങനെ പാലക്കാട്ടെയും ചേലക്കരയിലെയും വയനാട്ടിലെയും ഇടത് സ്ഥാനാർത്ഥികളുടെ സാധ്യതകളെ പ്രതിരോധത്തിലാക്കുന്നതാണ് EP-യുടെ ആത്മകഥ എന്ന പേരിൽ പുറത്തുവന്ന PDF-ന്റെ ഉള്ളടക്കം. അതിനപ്പുറം പാർട്ടിക്കുള്ളിൽ അത് വലിയ കലാപക്കൊടിയും ഉയർത്തുന്നു. ഇന്നലെ രാത്രി DC ബുക്സിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ പുസ്തകത്തിന്റെ കവർ പുറത്തു വന്നതായിരുന്നു തുടക്കം. തൊട്ടു പിന്നാലെ PDF പകർപ്പ് വിവിധ മാധ്യമങ്ങളിലൂടെയും സാമൂഹിക മാധ്യമ അക്കൗണ്ടുകളിലൂടെയും പുറത്തു വന്നു. വിവാദം പൊട്ടി വീണു. PDF-ൽ പാർട്ടിക്കെതിരെ അത്യന്തം ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ EP ഉയർത്തുന്നതായി PDF-ൽ പറയുന്ന ആവലാതികൾ, വിമർശനങ്ങൾ, അഭിപ്രായങ്ങൾ ചുരുക്കത്തിൽ ഇങ്ങനെ: ഒന്നാം പിണറായി സർക്കാരിനോട് ഉണ്ടായിരുന്ന മതിപ്പ് രണ്ടാം പിണറായി സർക്കാരിന് നിലനിർത്താനായില്ല. മന്ത്രിമാർ താരതമ്യേന ദുർബലരാണ് എന്ന ചിന്ത ജനങ്ങളിൽ വളർന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയം പാളി. 3 ജില്ലാ സെക്രട്ടറിമാർ മത്സരിച്ചത് മാനദണ്ഡം ലംഘിച്ച്. സംഘടനാ രംഗത്ത് നിന്ന് പാർട്ടിയെയും മുന്നണിയെയും ചലിപ്പിക്കേണ്ടവരെയാണ് മത്സരിപ്പിച്ചത്. നേതാക്കളും പ്രവർത്തകരും പഴയതുപോലെ ജനങ്ങളെ കേൾക്കുന്നില്ല. തുടർഭരണത്തിൽ താഴേക്കിടയിലുള്ള നേതാക്കൾക്ക് പോലും തലക്കനമാണെന്ന ചിന്ത രൂപപ്പെടുന്നു. വിദ്യാർത്ഥി യുവജന സംഘടനകളിൽ പുഴുക്കുത്തുകൾ കടന്നുകൂടിയത് വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്നു. സഖാക്കൾ പരസ്പരം ലൂസ് ടോക്കിലൂടെ കുറ്റപ്പെടുത്തുകയും പഴിചാരുകയും ചെയ്യുന്നു. സ്വന്തം സ്ഥാനമുറപ്പിക്കാനാണ് ഇത്തരം പ്രവർത്തനങ്ങൾ. ബൂർഷ്വാ പാർട്ടികളിലെ പ്രവണതകൾ പാർട്ടിയിലേക്ക് കടന്നുവരുന്നു. നവകേരള സദസ്സ് ഉദ്ദേശിച്ച ലക്ഷ്യം കൈവരിച്ചില്ല. വിമർശനങ്ങളെ സംഘടനാപരമായി നേരിടാനാകുന്നില്ല. രാഷ്ട്രീയ പ്രചരണങ്ങൾ ലക്ഷ്യം കൈവരിച്ചില്ല. സംഘടനാ രംഗത്തും ഭരണരംഗത്തും രാഷ്ട്രീയ നിലപാടുകളിലും അടിമുടി തിരുത്തൽ അനിവാര്യമായിരിക്കുന്നു. ഇവ കൂടാതെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയതിലുള്ള അമർഷം, ദേശാഭിമാനി ബോണ്ട്, ബന്ധു നിയമനം, ജാവദേക്കർ കൂടിക്കാഴ്ച, നാക്കുപിഴകൾ തുടങ്ങി നിരവധി വിവാദങ്ങളിൽ വേണ്ടവിധം പാർട്ടിയും പാർട്ടി സംവിധാനങ്ങളും ഒപ്പം നിൽക്കാത്തതിലുള്ള അമർഷവും തുറന്നെഴുതിയിട്ടുണ്ട്. മനസ്സിൽ തോന്നുന്നതും അനുഭവിച്ചതുമായ കാര്യങ്ങളുടെ തുറന്നെഴുത്ത് മാത്രം. 100% ആത്മാർത്ഥവും സത്യസന്ധവുമായാണ് എഴുതിയത്. ഈ എഴുത്തിനെതിരെയും കടന്നാക്രമണങ്ങൾ ഉണ്ടാകും. അത് കാര്യമാക്കുന്നില്ല എന്നും EP-യുടേതായി പുറത്തു വന്ന PDF-ലുണ്ട്. വിവാദം കത്തിപ്പിടിച്ചതിന് പിന്നാലെ മാധ്യമങ്ങളെ കണ്ട EP ജയരാജൻ പുറത്തു വന്നത് തന്റെ ആത്മകഥ അല്ലെന്ന് നിഷേധിച്ചു. ഇന്ന് പകലുടനീളം അദ്ദേഹം മാധ്യമങ്ങളെ കൂട്ടായും പ്രത്യേകവും പലവട്ടം കണ്ടു. ഗൂഢാലോചനയെന്ന് ആവർത്തിച്ചു. DC-യെ നേരിട്ട് വിളിച്ച് പുസ്തകം പ്രസിദ്ധീകരിക്കാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചുവെന്നും ജയരാജൻ പറഞ്ഞു. എൻ്റെ പുസ്തകം പ്രകാശനം ചെയ്യാനും പ്രസിദ്ധീകരിക്കാനും ഒന്നും DC ബുക്സിനെ ഞാൻ ചുമതലപ്പെടുത്തിയിട്ടില്ല. ഞാൻ എൻ്റെ ആത്മകഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അത് പൂർത്തിയായിട്ടില്ല. അങ്ങനെയുള്ള എൻ്റെ ആത്മകഥ എന്ന പേരിൽ ഞാൻ എഴുതിയിട്ടില്ലാത്ത കുറേ കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഇന്ന് മാധ്യമങ്ങളിൽ, ദൃശ്യമാധ്യമങ്ങളിൽ, ചാനലുകളിൽ കാണാനിടയായി. അത് ഒരാസൂത്രിതമായ ഗൂഢാലോചനയാണ്. അതുകൊണ്ട് ഇത് സംബന്ധിച്ച് സമഗ്രമായൊരു അന്വേഷണം നടത്തണം.
ശക്തമായ നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് DGPക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ജയരാജനെ തൽക്കാലം വിശ്വാസത്തിലെടുക്കുകയാണ് പാർട്ടി. Denounce this as a falsehood. Nothing like that has been written. Nothing like that has been published. This is obviously a stunt keeping the by-elections in view. Nobody will be fooled by this. വൃത്തികെട്ട ഗൂഢാലോചനയെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ആരെപ്പറ്റിയാണോ ആ പുസ്തകത്തെ പറ്റിയെല്ലാം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം തന്നെ അതിനിശ്ചിതമായിട്ട് അത്തരത്തിലുള്ള ഒരു കാര്യവും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ സാഹചര്യത്തിൽ ജയരാജൻ പറയുന്നത് വിശ്വസിക്കുക എന്നുള്ളത് തന്നെയാണ് പാർട്ടിക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യം. ഇങ്ങനെ ഒരു തോന്നിയാസ വാർത്ത ഉണ്ടാക്കിയിട്ട് പാർട്ടിയുടെ മേലെ കെട്ടിവെക്കാനുള്ള ഗൂഢശ്രമമാണ് നിങ്ങളെല്ലാം നടത്തിയിട്ടുള്ളത്. EP പറഞ്ഞതിനപ്പുറം ഒന്നും പറയാനില്ലെന്നും സംസ്ഥാന സെക്രട്ടറി പറഞ്ഞവസാനിപ്പിച്ചു. ഇടത് സ്ഥാനാർത്ഥികളുടെ പ്രതികരണം ഇങ്ങനെ: പച്ചയായ മണ്ണിന്റെ സഖാവാണ്, തുറന്ന പുസ്തകം പോലെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്, കളങ്കങ്ങളില്ല, കാപട്യങ്ങളില്ല. ആ മനുഷ്യന്റെ എൻഡോഴ്സ്മെന്റുകളും വിയോജിപ്പുകളും തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തി. എൻഡോഴ്സ്മെന്റ് മാത്രമല്ലല്ലോ, എപ്പോഴും ചിലപ്പോൾ നല്ല വിമർശനങ്ങളും കൂടി വന്നാൽ അതും ഒരു പാർട്ടിയുടെ ഉൾപാർട്ടി ജനാധിപത്യത്തിന്റെ ശക്തിയല്ലേ. ഇതൊക്കെ ഒരു ക്രിയേഷനാണ്, സൃഷ്ടിക്കുകയാണ് ഇതൊക്കെ. ഈ വോട്ടെടുപ്പിൻ്റെ ദിവസം മുമ്പങ്ങാണ്ട് എഴുതിയാന്നാണ് പറയുന്നത്. എന്തോ എഴുതി വെച്ചെന്നൊക്കെയാണ് ഞാൻ കേട്ടത്. എഴുതി വെച്ചത് ഇപ്പം ഇന്നേ ദിവസം അത് പുറത്തിറക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് പിറകിലൊക്കെ ഒരു പ്ലാനും കാര്യം ഉണ്ടായിരിക്കാം. അതൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ മറുപടി പറയും, മുഖ്യമന്ത്രി മറുപടി പറഞ്ഞോളൂ. പാർട്ടിക്കുള്ളിലെ അഭിപ്രായം ജയരാജനിലൂടെ പുറത്തു വന്നെന്ന് പ്രതിപക്ഷ നേതാവും പ്രതികരിച്ചു. CPM കലാപമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞതിൻ്റെ അടിവരെയാണ് CP ജയരാജൻ തൻ്റെ ആത്മകഥയിലൂടെ ഇത്തിരിക്കുന്നത്. DCCയുടെ ഒരു കത്തുമായി നടന്നവർ എല്ലാവരും ഇപ്പം ഇനിയിപ്പോൾ ഒരു 5-6 ദിവസമുള്ള ഇലക്ഷനിൽ നിങ്ങൾ ഈ ബുക്ക് വച്ചുകൊണ്ട് നടക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാറ്. ഇതൊക്കെ ഒരു കാലത്തിൻ്റെ കാവ്യനീതിയാണ്. EP ജയരാജൻ ഒരു തരത്തിലും ഭയപ്പെടേണ്ട, നിലപാടിൽ ഉറച്ചു നിൽക്കണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യമാണ്. EP ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട ആവശ്യമില്ല. CPMൽ നിന്ന് ഒരു ഭീഷണി, ഏത് ഭീഷണി നിങ്ങൾക്ക് വന്നാലും കേരളത്തിൽ നിങ്ങൾക്ക് യാതൊരു ഭയവും ആവശ്യമില്ല. EP ജയരാജൻ പറഞ്ഞെടുത്ത് ഉറച്ചു നിൽക്കണമെന്നാണ് എനിക്ക് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോളിംഗ് നടക്കുന്ന ദിവസം പുലർച്ചെയാണ് EP ജയരാജൻ കേന്ദ്രമന്ത്രി പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന വിവരം പുറത്തുവരുന്നത്. തനിയാവർത്തനം പോലെ ഇന്ന് പുസ്തക വിവാദത്തിലൂടെ EP വീണ്ടും വിവാദ പുരുഷനായി. DCയെ പോലൊരു പ്രസാധകശാല പുറത്തിറക്കാനിരിക്കുന്ന ഒരു പുസ്തകത്തിന്റെ PDF പുറത്തു വന്നത് ഏതായാലും അസാധാരണമാണ്. പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ഏൽപ്പിച്ചിട്ടില്ലെന്ന ജയരാജന്റെ മറുപടിയോട് അവരിതുവരെ പ്രതികരിച്ചിട്ടുമില്ല. തെരഞ്ഞെടുപ്പിന് ശേഷവും ഈ വിവാദം കത്തിയാളുമെന്ന കാര്യം ഉറപ്പ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം. മഹേഷ് ചന്ദ്രൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. മഹേഷ്, ഇതിനകത്ത് അടിമുടി പിടികിട്ടായികകളുണ്ട്, ദുരൂഹതകളുണ്ട്. ഒന്നാമത് ഈ കട്ടൻ ചായയും പരിപ്പുവടയും എന്നുള്ള പേരിൽ തന്നെ എല്ലാവരും ഒരു സംശയം കാണുന്നുണ്ട്. EP ജയരാജനെതിരായ ഏറ്റവും വലിയ ട്രോളായിരുന്നു അത് ആത്മകഥയുടെ പേരായി വരുന്നു. അങ്ങനെ ഒരു ആത്മകഥയിൽ, അതും ഈ പോളിംഗ് ദിവസം അദ്ദേഹത്തിൻ്റെ ആത്മകഥ എന്ന പേരിൽ ഇതിനകത്തെ ഉള്ളടക്കം വരുന്നു. EP അത്തരത്തിൽ ഒരു കരാർ നൽകിയിട്ടില്ല എന്ന് മാധ്യമങ്ങളോട് ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നു. DC ബുക്സിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെയും പ്രതികരണം ഉണ്ടായിട്ടില്ല. എന്താണ് മനസ്സിലാക്കേണ്ടത്? എന്താണ് ഈ EP-ക്കും DC-ക്കും ഇടയിൽ സംഭവിച്ചത്? അത്യന്തം ദുരൂഹമാണ് ഇക്കാര്യങ്ങൾ. ഇന്ന് രാവിലെ മുതലാണ് ഇത്തരത്തിലേക്ക് EP ജയരാജൻ എഴുതിയ ആത്മകഥയുടെ PDF അത് പുസ്തകമാക്കാൻ പോകുന്ന അതേ രീതിയിൽ തന്നെ പുറത്തേക്കെത്തുന്നു. ആ പുസ്തകത്തിൻ്റെ കെട്ടും മറ്റും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. DC ബുക്സിൻ്റെ അവരുടെ ഫോണിൽ തന്നെയാണ് തയ്യാറാക്കിയത്. അത് DC തന്നെ തയ്യാറാക്കിയതാണെന്ന് വ്യക്തമാണ്. അപ്പോൾ ഇത്തരത്തിലേക്ക് അതിൻ്റെ PDF പൂർണ്ണമായും ഏകദേശം പുറത്തേക്ക് വരുന്ന 188ഓളം പേജുകളാണ് പുറത്തേക്ക് വന്നത്. എന്നാൽ ഇത് താൻ എഴുതിയതല്ല, തൻ്റെ ആത്മകഥ അല്ല എന്ന തരത്തിലേക്കാണ് EP ജയരാജൻ പ്രതികരിച്ചത്. പക്ഷേ അവിടെ ചില ദുരൂഹതയ്ക്ക് വർദ്ധിപ്പിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. കാരണം നേരത്തെ തന്നെ ലക്ഷ്മി പറഞ്ഞ പോലെ തന്നെ കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ ജീവിതം എന്ന തരത്തിലേക്കുള്ള ഈ പേര്, ഈ തലക്കെട്ട് നേരത്തെ തന്നെ അനൗൺസ് ചെയ്യപ്പെട്ടിരുന്നു. DCയുടെ ഭാഗമായിട്ട് പല മാധ്യമങ്ങളിലും വരുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു, സോഷ്യൽ മീഡിയയിലടക്കം ഉണ്ടായിരുന്നു. പിന്നെ ഇന്നലെയാണ് EP ജയരാജനെ ടാഗ് ചെയ്തുകൊണ്ടാണ് ചില അപ്രിയ സത്യങ്ങൾ പുറത്തേക്ക് വരുന്നു എന്ന തരത്തിലേക്ക് ഈ പുസ്തകം ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കുന്നു എന്ന സൂചന DC നൽകുകയും ചെയ്തത്. എന്നാൽ ഇന്ന് രാവിലെ സംഭവിക്കുന്നത്
സംഭവിക്കുന്നത് ഇതിൻ്റെ ഈ പറയുന്ന PDF ഒന്നടങ്കം ചോർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇത് കൃത്യമായി ചോർത്തിയതാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൃത്യമായ ലക്ഷ്യവും ആസൂത്രണവും അക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് ദിവസം ഇടതുപക്ഷത്തെ ആകെ പ്രതിരോധത്തിൽ നിർത്തുന്ന തരത്തിലേക്കുള്ള ഒരു വിവരമാണ് പുറത്തേക്ക് വന്നത്. ഈ ആത്മകഥയുടെ വിവരങ്ങൾ അത്രയധികം പാർട്ടിയെയും അതുപോലെ തന്നെ LDFനെയും ഒക്കെ ദുർബലപ്പെടുത്തുന്ന പ്രതിരോധത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ EP ജയരാജൻ നിഷേധിച്ചു. അപ്പോൾ EPക്കൊപ്പം EP പറഞ്ഞത് തന്നെയാണ് അത് അദ്ദേഹം എഴുതിയതല്ല എന്ന് പറയുന്നു. അതിനൊപ്പം നിൽക്കാൻ തന്നെയാണ് പാർട്ടി ശ്രമിക്കുകയും ചെയ്തത്. പക്ഷേ പാർട്ടിയുടെ നേതാക്കൾക്കിടയിൽ വലിയ രീതിയിൽ അപ്രീതി ഉണ്ടായ സംഭവമാണ് ഇത്. കാരണം EP ജയരാജന് അമർഷമുണ്ട്, ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് മാറ്റിയെന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. അതിന് അദ്ദേഹം കൂടി അറിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലേക്കൊരു സംഭവം ഉണ്ടായത്. അത് അദ്ദേഹം പോലും അറിയാതെ DC ബുക്സിൽ തന്നെ അവരുടെയും കൂടി അറിവോടുകൂടിയാണ് ഇത് പുറത്തേക്ക് വന്നത്. അതോ ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു മൂന്നാം ശക്തി പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിലൊക്കെ ദുരൂഹത നിലനിൽക്കുന്നു. എന്തായാലും EP ജയരാജൻ ഇപ്പോൾ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് DC ബുക്സിന്. ഇനിയും ഇതിൻ്റെ ഈ വിവാദം ഇവിടെ അവസാനിക്കുന്നില്ല. ഇത് ചൂടുപിടിച്ച് അടുത്ത ദിവസങ്ങളിൽ തുടരും. പ്രത്യേകിച്ച് പീസന്റെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇക്കാര്യത്തിൽ പരാമർശിക്കുന്നു എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ടതാണ്. ലക്ഷ്മി. ശരിയാണ്. DC ബുക്സിനെ പോലെ മലയാളികൾക്ക് ഏറെ വിശ്വാസ്യതയുള്ള ഒരു പ്രസിദ്ധീകരണ സ്ഥാപനം, അത് EP ജയരാജന്റെ ആത്മകഥ എന്ന പേരിൽ അവർ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ഒരുങ്ങുന്നു. നേരത്തെ തന്നെ അറിയിപ്പ് നൽകുന്നു. അവർ അങ്ങനെ കരാറ് ഇല്ലാതെ ഇത്തരത്തിൽ നടത്തുമോ, ഇങ്ങനെ ഒരു ആത്മകഥ എന്ന പേരിൽ പ്രചാരണം നടത്തുമോ, അങ്ങനെ പരസ്യം കൊടുക്കുമോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. ഏതായാലും DC-യുടെ ഭാഗത്ത് നിന്നുള്ള പ്രതികരണങ്ങൾ കൂടി വരേണ്ടതുണ്ട്. എങ്കിലേ കാര്യങ്ങൾ കുറച്ചുകൂടി പൊതുസമൂഹത്തിന് വ്യക്തമാകുകയുള്ളൂ. ആൽവിൻ തോമസ് പാലക്കാട് നിന്ന് ചേരുകയാണ്. ആൽവിൻ, ഈ EP DC വിവാദം തന്നെയായിരിക്കും ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ കൂടുതൽ പാലക്കാട് ചർച്ചയാവുക എന്ന് തോന്നുന്നു. പരിപ്പുവടയും കട്ടൻ ചായയും ഉറപ്പായും UDFും കോൺഗ്രസും വലിയ പ്രചാരണ ആയുധം ആക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട എന്ന് തോന്നുന്നു. ഇന്ന് തന്നെ ആക്കി കഴിഞ്ഞു അല്ലേ ആൽവിൻ? ലക്ഷ്മി, തീർച്ചയായും ഇന്നത്തെ പ്രതികരണങ്ങൾ നമുക്കത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. വരും ദിവസങ്ങളിൽ ഈ ആത്മകഥയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ തന്നെ UDFും BJPയും ആയുധമാക്കുമെന്നുള്ളത് തർക്കമില്ല. വലിയ പ്രചാരണ ആയുധമാക്കും എന്നുള്ളത് തർക്കമില്ല. ഇന്ന് പ്രതിപക്ഷ നേതാവും നമ്മളോട് വൈകുന്നേരം അത് തന്നെയാണ് പറഞ്ഞത്. ഇത് ഇത്തരമൊരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പ്രസിദ്ധീകരിക്കുന്ന DC ബുക്സ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് ഇത്തരമൊരു പിഴവ് വരുമെന്ന് താങ്കൾ കരുതുന്നില്ല. ഇത് വളരെ കൃത്യമായി തന്നെ EP ജയരാജൻ്റെ തന്നെ ആത്മകഥയാണ്. ഈ ആത്മകഥ പുറത്തു വന്നതിൽ ഗൂഢാലോചന ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് CPM-ൽ തന്നെയാണ് പുറത്തു വന്നിട്ടുള്ളത് എന്നുള്ള തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണമുള്ളത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ച് ഇത് പുറത്തു പോകരുതെന്നുള്ളൊരു നിർദ്ദേശം ഉച്ചയ്ക്ക് പോയി എന്നുള്ളതാണ് മറ്റൊരു ഗുരുതരമായ കാര്യം VD സതീശൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളി വന്നതോടുകൂടിയാണ് അത് ഇല്ലാതായത്. അല്ലെങ്കിൽ ഇന്ന് ഈ പുസ്തകങ്ങളെല്ലാം കച്ചവടത്തിനായി കടകളിലേക്ക് എത്തുമായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അത്തരം കാര്യങ്ങളൊക്കെ VD സതീശൻ പറയുകയും ചെയ്തു. എന്തായാലും ഈ വിഷയം, ഈ ആത്മകഥയുമായി ബന്ധപ്പെട്ട EP ജയരാജൻ്റെ ഈ വിഷയം ചർച്ചയാക്കാൻ തന്നെയാണ് UDF ഇനിയുള്ള ദിവസങ്ങൾ കരുതുക എന്നുള്ളതാണ്. നമുക്ക് പ്രത്യേകിച്ച് പാലക്കാട്ട് ഇനി ഒരാഴ്ച കൂടി ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ തുടരും. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങൾ സജീവമായി ചർച്ചയാക്കും. അതിനിടെയാണ് നാളെ EP ജയരാജൻ ഈ പറഞ്ഞ സരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഈ ആത്മകഥയ്ക്ക് പിന്നാലെ സരിന് വേണ്ടി നാളെ വോട്ട് ചോദിക്കുന്നതിനായി പാലക്കാട്ടേക്ക് എത്തുന്നത്. ബസ് സ്റ്റാൻഡ് മൈതാനത്തിലാണ് നാളെ വൈകുന്നേരം ഒരു പൊതുയോഗമുള്ളത്. അവിടെ വന്ന് EP ജയരാജൻ സരിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഈ പരിപാടി നേരത്തെ തന്നെ ഷെഡ്യൂൾ ചെയ്തിരുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ EP ജയരാജൻ എത്തുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതിലെ വൈരുദ്ധ്യം വലിയ കൗതുകമാകും. നമ്മൾ ഈ കാഴ്ച തന്നെ കൗതുകമാകുമെന്ന് വേണം നമുക്ക് പറയാൻ. കാര്യം രാവിലെ P സരിൻ തന്നെ നമ്മളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് ഈ മൂന്നാഴ്ച കൊണ്ട് തൻ്റെ പേര് പരാമർശിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായോ എന്നുള്ളൊരു മറുചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത്. മാധ്യമങ്ങൾക്ക് ഈ വിഷയം ചർച്ചയാക്കണമെങ്കിൽ ചർച്ചയാക്കാം എന്നുള്ളതും അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും UDFനും BJPക്കും ഇതൊരു വടിയായി തന്നെ ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. ഈ വടി കൊണ്ട് ഇവർ ഒരാഴ്ച ഈ പ്രചാരണത്തിൽ LDFനെതിരെ അടിക്കുമെന്നുള്ളതും ഒരു തർക്കവുമില്ല. ലക്ഷ്മി. ശരിയാണ്. പരിപ്പ് വടയും കട്ടൻ ചായയും പാലക്കാട് കത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് വലിയ പ്രചരണായുധമാക്കും. അതിനിടെയാണ് നാളെ EP ജയരാജൻ P സരിനു വേണ്ടി വോട്ടഭ്യർത്ഥിക്കാൻ എത്തുന്നത്. അദ്ദേഹം ഈ വിവാദവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ തുറന്നു പറച്ചിലുകൾ നാളെ നടത്തും, അതും പാലക്കാട് നടത്തും എന്നുള്ള കാര്യം എല്ലാവർക്കും കൗതുകമുണ്ട്. എല്ലാവരും ശ്രദ്ധയോടെ കാത്തിരിക്കുന്നതും ആ ഒരു അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിനായി, അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കായാണ്. എന്തായാലും ബിഗ് ബൈ ബുള്ളറ്റിൻ ഇവിടെ പാലക്കാട് നിന്ന് സൈൻ ഓഫ് ചെയ്യുകയാണ് ഇപ്പോൾ.